നാഷണൽ ഡേക്ക് നമ്മൾ ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ അംബാസിഡർ അല്ലെങ്കിൽ ഹൈ കമ്മീഷണർ ആവുന്ന സമയത്ത് ബേസിക് ആയിട്ടുള്ള ബുക്സൊക്കെ വായിക്കുന്നു, NCERT വായിക്കുന്നു, പത്രമൊക്കെ വായിക്കുന്ന റെഗുലർ ആക്കുന്നു, നോട്ടൊക്കെ എഴുതുന്നു. വി ലുക്ക് അറ്റ് തിങ്സ് ഫ്രം എ വെരി ലാർജർ പെർസ്പെക്റ്റീവ്, ഇറ്റ്സ് എ മാക്രോ പെർസ്പെക്റ്റീവ്. സോ ന്യൂസ് പേപ്പർ റീഡിങ് തീർച്ചയായിട്ടും എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് അത് കഴിഞ്ഞിട്ട് യു ആഡ് ഓൺ വാട്ട് എവർ യു ക്യാൻ, ദെൻ നന്നായിട്ട് റിവൈസ് ചെയ്യുക. റെസ്പെക്റ്റഡ് ഓർഗനൈസേഴ്സ്, some parents and dear students, good evening. Happy to see the turnout. I hope many of you will be interested in Indian Foreign Service. നിങ്ങളുടെ ഒരുപാട് പേര് എന്തായാലും നിങ്ങളുടെ ആഗ്രഹം പോലെ സിവിൽ സർവീസിൽ എത്തട്ടെ എന്നും നിങ്ങളുടെ ആഗ്രഹം പോലെ ഫോറിൻ സർവീസിൽ എത്തട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് തുടങ്ങുന്നു. എനിക്ക് UPSC എക്സാമിനെ കുറിച്ചും പറയാനുണ്ട്, ഫോറിൻ സർവീസിനെ പറ്റി പറയാനുണ്ട്. ഞാൻ ഫോറിൻ സർവീസിൽ നിന്ന് തന്നെ ആദ്യം തുടങ്ങാം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു ഫോറിൻ സർവീസ് ഓഫീസിനെ കാണുന്നത് എൻ്റെ 26ാമത്തെ വയസ്സിലാണ്. ഞാൻ മോക്ക് ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് അത് ഫോമർ അംബാസിഡർ TP ശ്രീനിവാസൻ സാറാണ്. അപ്പോൾ അതിനു മുന്നേ ഇന്ത്യൻ ഫോറിൻ സർവീസ് ഉണ്ട്, ഡിപ്ലോമാറ്റ് ആകാം, എംബസിയൊക്കെ ഉണ്ട്, എംബസിയിൽ സെർവ് ചെയ്യും എന്നൊക്കെ ഒരു ഐഡിയ ഉള്ളതല്ലാണ്ട് എനിക്കും ഫോറിൻ സർവീസിനെ പറ്റി വലിയൊരു ധാരണ ഇല്ലായിരുന്നു. ഞാൻ എൻ്റെ 2ാമത്തെ അറ്റംപ്റ്റിലാണ് സിവിൽ സർവീസ് ക്ലിയർ ചെയ്യുന്നത്. എൻ്റെ ആദ്യത്തെ അറ്റംപ്റ്റിൽ എൻ്റെ ഫസ്റ്റ് ചോയ്സ് ഫോറിൻ സർവീസ് ആയിരുന്നു. സിംപ്ലി പുട്ട്, എനിക്ക് വിദേശ രാജ്യങ്ങളിലൊക്കെ പോകണമായിരുന്നു, എനിക്ക് സ്ഥലങ്ങളൊക്കെ കാണണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഇന്ത്യനെ റെപ്രസെൻറ്റ് ചെയ്യണം, കാരണം നമ്മൾ UN-ലാണെങ്കിലും എവിടെയാണെങ്കിലും ഒരു ഇന്ത്യൻ ഡിപ്ലോമാറ്റ് ഇരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഫ്രണ്ടിൽ ഇന്ത്യ എന്ന് എഴുതി ഇന്ത്യയുടെ ഫ്ലാഗ് വേണം. അപ്പം അങ്ങനെ രാജ്യത്തെ റെപ്രസെൻറ്റ് ചെയ്യാമല്ലോ എന്നുള്ളൊരു തോട്ട്, അങ്ങനെ അത്രേ ആലോചിച്ചിരുന്നുള്ളൂ. അല്ലാണ്ട് എനിക്ക് ഫോറിൻ സർവീസിനെ പറ്റിയോ അല്ലെങ്കിൽ അതിൻ്റെ വർക്ക് പ്രൊഫൈലിനെ പറ്റിയോ വലിയ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു. 2ാമത്തെ തവണ ഞാൻ എഴുതിയ സമയത്ത് 1 വർഷം കൂടെ നാട്ടിൽ നിന്നു, വീട്ടുകാരോടൊക്കെ കുറച്ചും കൂടെ അടുത്തു. അപ്പോൾ എനിക്ക് വിട്ടുപോകുന്നതിനെ പറ്റി അപ്പോൾ എനിക്ക് വലിയൊരു ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് എൻ്റെ സെക്കൻഡ് ഓപ്ഷനായിരുന്നു ഫോറിൻ സർവീസ് എന്ന് പറയുന്നത്. മോക്ക് ഇൻ്റർവ്യൂവിൽ ഇങ്ങനെ TP ശ്രീനിവാസൻ സാറിൻ്റെ ആ ഒരു മോക്ക് ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞപ്പോഴാണ് സാറ് ഇങ്ങനെ ചോദിക്കുന്നത്, വാട്ട് ഡിഡ് യു ഗിവ് യുവർ ചോയ്സ്? അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ സെക്കൻഡ് ഓപ്ഷനാണ്. അപ്പോൾ സാർ പറഞ്ഞു, യു ഷുഡ് ഹാവ് കെപ്റ്റ് ഫോറിൻ സർവീസ്. കാരണം യൂഷ്വലി നമ്മൾ IAS-ഉം IFS-ഉം ഓപ്റ്റ് ചെയ്യുന്ന സമയത്ത് IAS ആണ് നമ്മുടെ ഫസ്റ്റ് ചോയ്സ് എങ്കിൽ അത് തന്നെയാണ് നോർമലി കിട്ടാൻ ചാൻസ്. റാങ്കിൻ്റെ ഒരു നേച്ചർ കൊണ്ടാണ് എനിക്ക് ആ വർഷം ഫോറിൻ സർവീസിൽ കിട്ടിയത്. കാരണം ഇപ്പോൾ വന്ന UPSC റിസൾട്ട്സിൽ 55 ഇന്ത്യൻ ഫോറിൻ സർവീസ് ഓഫീസേഴ്സിനെ സെലക്ട് ചെയ്യുന്നുണ്ട്. അതിന് മുന്നേ വരെ എൻ്റെ ബാച്ചാണ് ലാർജസ്റ്റ് ബാച്ച്. ഞങ്ങളുടെ ബാച്ചിൽ 41 പേരാണ് ഇന്ത്യൻ ഫോറിൻ സർവീസ് വന്നത്. അങ്ങനെ കുറേ കാര്യങ്ങൾ ചേർന്ന് വന്നതുകൊണ്ടാണ് എനിക്ക് ഫോറിൻ സർവീസിൽ കിട്ടിയത്. ഇന്ന് സർവീസിൽ കയറിയിട്ട് 9 വർഷമായി. ലുക്കിംഗ് ബാക്ക്, ഐ എം ജസ്റ്റ് വെരി ഗ്രേറ്റ്ഫുൾ. എല്ലാം ഇറ്റ് ഹാസ് ഓൾ കം ടുഗെദർ ആൻഡ് ഐ എം വെരി ഹാപ്പി ദാറ്റ് ഐ എം ഇൻ ദി ഫോറിൻ സർവീസ്. സോ ഫോറിൻ സർവീസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് 1946-ലാണ് ചെയ്യുന്നത്. അപ്പോൾ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ്, വിദേശകാര്യ മന്ത്രാലയം, അതിൻ്റെ കീഴിലാണ് ഫോറിൻ സർവീസ് ഓഫീസേഴ്സ് പ്രവർത്തിക്കുന്നത്. നമ്മുടെ നാട്ടിൽ അതിനെ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് എന്ന് പറയുന്നു, പല രാജ്യങ്ങളിൽ അതിനെ മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സ് എന്നും പറയാറുണ്ട്. അപ്പോൾ മെയിനായിട്ട് മറ്റു മിനിസ്ട്രീസിനെ അപേക്ഷിച്ച് എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രി ഡൽഹിയിൽ മാത്രമാണ് ഉള്ളത്. നമുക്ക് സൗത്ത് ബ്ലോക്കിൽ ഓഫീസുണ്ട്, ഞങ്ങളുടെ തന്നെയായിട്ട് ഒരു സ്റ്റാൻഡ് അലോൺ ഓഫീസുണ്ട്, ജവഹർലാൽ നെഹ്റു ഭവൻ, പിന്നെ നമുക്ക് പട്യാല ഹൗസ്, അക്ബർ ഭവൻ, സുഷമ സ്വരാജ് സെൻറ്റർ, അങ്ങനെ മൾട്ടിപ്പിൾ ഓഫീസേഴ്സ് ഉണ്ട്. അപ്പോൾ ഡൽഹിയിലായിരിക്കുന്ന സമയത്ത് നമ്മൾ മറ്റ് എല്ലാ മിനിസ്ട്രീസിൽ വർക്ക് ചെയ്യുന്നത് പോലെ ഉള്ളൊരു കരിയർ പ്രോഗ്രഷനാണുള്ളത്. നമ്മൾ അണ്ടർ സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്യുന്നു, കുറച്ച് നാൾ കഴിയുമ്പോൾ പ്രൊമോഷൻ കഴിഞ്ഞ് ഡെപ്യൂട്ടി സെക്രട്ടറി ആവും, ഡയറക്ടർ ആകും, ജോയിൻറ്റ് സെക്രട്ടറി, additional secretary, then secretary, and then one of that person becomes foreign secretary. Ipo I'm sure you will all be knowing the name of the foreign secretary of our country, Vikram Misri sir. He is on the news on a daily basis to brief about Operation Sindhu. So മിനിസ്ട്രിയിലായിരിക്കുന്ന സമയത്ത് മിനിസ്ട്രിയിൽ we have something called territorial division and functional division. കാരണം നമ്മുടെ രാജ്യങ്ങളെയൊക്കെ ടെറിട്ടറി അനുസരിച്ചിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടാണ് മിനിസ്ട്രിയിൽ നോക്കുന്നത്. സോ നെയ്ബർഹുഡ് നമുക്കൊരുപാട് ഇമ്പോർട്ടൻ്റ് ആണ്, P5 കൺട്രീസ് നമുക്കൊരുപാട് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യം ഉണ്ടാകും. പിന്നെ ചിലപ്പോൾ മറ്റ് രാജ്യങ്ങളിൽ, ചെറിയ രാജ്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് അത്രയും എക്സ്റ്റെൻസീവായിട്ടുള്ള
ബന്ധങ്ങളില്ലാത്ത രാജ്യങ്ങളാണെങ്കിൽ കുറേ രാജ്യങ്ങൾക്ക് വേണ്ടി ചിലപ്പോൾ കോമൺ ആയിട്ട് ഓഫീസേഴ്സ് അങ്ങനെ ആയിരിക്കും. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കൊരു BM എന്ന് പറഞ്ഞൊരു ഡിവിഷനുണ്ട്, ദാറ്റ് ലുക്സ് ആഫ്റ്റർ ഒൺലി ബംഗ്ലാദേശ് ആൻഡ് മ്യാൻമാർ. നമുക്ക് വേറൊരു ഡിവിഷനുണ്ട് IOR ഡിവിഷൻ, അതിൽ ഇന്ത്യൻ ഓഷ്യൻ റീജിയനിലുള്ള ഐലൻഡ് കൺട്രീസ് ശ്രീലങ്ക, മാൽദീവ്സ്, മൗറീഷ്യസ്, സീഷൽസ് ഇതൊക്കെ നോക്കുന്ന ഡിവിഷൻ. ദെൻ യൂറോപ്പിനെ രണ്ടായിട്ട് മെയിനായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്, ദർ ഇസ് എ സെൻട്രൽ യൂറോപ്പ് ഡിവിഷൻ, ദർ ഇസ് എ യൂറോപ്പ് വെസ്റ്റ് ഡിവിഷൻ, ദർ ഇസ് എ ഡിവിഷൻ കോൾഡ് അമേരിക്കാസ്, അതാണ് കാനഡയും US നോക്കുന്നത്. സോ ദീസ് ആർ കോൾഡ് ടെറിട്ടോറിയൽ ഡിവിഷൻസ്. ദെൻ യു ഹാവ് ഫങ്ഷണൽ ഡിവിഷൻസ്, അത് കൗണ്ടർ ടെററിസം, സൈബർ ഡിപ്ലോമസി, ഡിസാർമമെൻറ്റ്, അല്ലെങ്കിൽ എമർജിങ് ടെക്നോളജീസ്, അങ്ങനെ ഫങ്ഷണൽ ഡിവിഷൻസ് ഉണ്ട്. സോ ഡിപ്പെൻഡിങ് ഓൺ ഓൾ ദീസ് ഡിവിഷൻസ് വിൽ ബി അസൈൻഡ് വർക്ക്. സോ ഒരു ഫോറിൻ സർവീസ് ഓഫീസറായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫൗണ്ടേഷൻ കോഴ്സാണ്. അതെല്ലാ സർവീസിനും കോമൺ ആയിട്ടുള്ളതാണ്. നമ്മൾ മസൂറിയിൽ പോയി 3 months എല്ലാ സർവീസുകാരുടെ കൂടെ വി ഡു ദിസ് ട്രെയിനിങ്. അതിനുശേഷം വി കം ടു അവർ ഓൺ ഇൻസ്റ്റിറ്റ്യൂട്ട്. നമ്മുടെ ഓൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡൽഹിയിലാണ് ഉള്ളത്, ഫോറിൻ സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അതിപ്പോൾ ഫോമർ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ സുഷമ സ്വരാജിയുടെ പേരിലാണുള്ളത്, SSIFS എന്ന് പറയുന്നത്. സോ അവിടെ ഒരു 6-7 months ട്രെയിനിങ് ഉണ്ടാകും, ക്ലാസ്സസ് ഉണ്ടാകും, മറ്റ് കോൾ ഓൺസ് ഉണ്ടാകും. പ്രസിഡൻറ്റിനെ കോൾ ഓൺ ചെയ്യുക, പ്രൈം മിനിസ്റ്ററെ കോൾ ഓൺ ചെയ്യുക, ഡിഫറെൻറ്റ് മിനിസ്ട്രീസിൽ പോവുക. പിന്നെ അതിന് കുറച്ച് അറ്റാച്ച്മെൻറ്റ്സ് ഉണ്ടാകും. നമ്മൾ ആംഡ് ഫോഴ്സസുമായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് ഉണ്ടാകും. സ്റ്റേറ്റ് എവറി ഫോറിൻ സർവീസ് ഓഫീസറിന് ഒരു സ്റ്റേറ്റ് അസൈൻ ചെയ്യും. അപ്പോൾ ആ സ്റ്റേറ്റിൽ യു വിൽ ഗോ ഫോർ എ വീക്ക്. ആ സ്റ്റേറ്റിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ, എന്താണ് ആ സ്റ്റേറ്റിന് എന്താ പറയുക, ഇൻ്റർനാഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് വേണോ, എൻഗേജ്മെൻറ്റ് വേണോ, അവിടെ ഡയസ്പോറയുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ. പിന്നെ ഒരു മിഷൻ അറ്റാച്ച്മെൻറ്റ് കാണും, ഒരു ഫോറിൻ അറ്റാച്ച്മെൻറ്റ്. നമ്മളൊരു വിദേശത്ത് പോയി ഒരു എംബസി അല്ലെങ്കിൽ കൗൺസിലേറ്റ് കണ്ട് അവിടെ എന്താണ് വർക്ക് എന്ന് ജസ്റ്റ് നമുക്കൊരു ഐഡിയ കിട്ടും. ഈ ഒരു സമയത്ത് തന്നെയാണ് മെയിനായിട്ട് ഉള്ള ഒരു കാര്യം നമ്മൾ ചൂസ് ചെയ്യുന്നത്. വി സെലക്ട് എ ഫോറിൻ ലാംഗ്വേജ്, ഇറ്റ് ഈസ് കോൾഡ് CFL, കമ്പൽസറി ഫോറിൻ ലാംഗ്വേജ്. മെയിൻലി UN ലാംഗ്വേജസ് ആണ് ഓഫർ ചെയ്യുന്നത്. അതിൻ്റെ കൂടെ ഇടയ്ക്ക് വേറെ ലാംഗ്വേജസ് വരും. സോ യു ക്യാൻ ചൂസ് ചൈനീസ്, റഷ്യൻ, അറബിക്, ഫ്രഞ്ച്, ജർമ്മൻ, സ്പാനിഷ്, ഇടയ്ക്ക് ഹീബ്രു വരുമായിരിക്കും, അല്ലെങ്കിൽ ഇന്തോനേഷ്യൻ ലാംഗ്വേജ് വരും, സിംഹളീസ് വരും. സോ മെയിൻലി ദേ വിൽ ഓൾവേസ് ബി UN ലാംഗ്വേജസ്. സോ അത് നമ്മുടെ റാങ്ക് അലോട്ട്മെൻറ്റ് പോലെയാണ്. യു ഗീവ് ദ ചോയ്സ് ആൻഡ് ദെൻ ആസ് പെർ റാങ്ക് ഇറ്റ് ഗെറ്റ്സ് അലോട്ട്. എൻ്റെ ഫോറിൻ ലാംഗ്വേജ് സ്പാനിഷാണ്. ഈ സ്പാനിഷിൽ എക്സാം പാസ്സായാലേ നമ്മൾ സർവീസിൽ കൺഫേംഡ് ആകുള്ളൂ. സോ ഇറ്റ്സ് ഓൾസോ ആൻ ഇമ്പോർട്ടൻറ്റ് എക്സാം. സോ നമ്മളൊരു ഫോറിൻ ലാംഗ്വേജ് നമ്മൾ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഈ ഡൽഹിയിലുള്ള ഒരു ട്രെയിനിങ്ങിൻ്റെ ഭാഗം കഴിഞ്ഞിട്ട് വി ആർ സെൻഡ് ടു ഡിഫറെൻറ്റ് കൺട്രീസ്. അപ്പോൾ സ്പാനിഷ് ആണ് ഞാൻ ചൂസ് ചെയ്തത്. അന്ന് ഞാനും എൻ്റെ കുറച്ച് ബാച്ച്മേറ്റ്സും മെഡ്രിഡ് സ്പെയിനിലോട്ട് പോയി. എൻ്റെ 2 ബാച്ച്മേറ്റ്സ് അർജൻറ്റീനയിൽ പോയി, ചിലപ്പോൾ മെക്സിക്കോയിൽ വിടാം. അപ്പോൾ ഫ്രഞ്ച് ആണെങ്കിൽ they'll go to പാരീസ്, അറബിക് ആണെങ്കിൽ ഈജിപ്ത്. സോ യു ക്യാൻ ബി സെൻഡ് ടു മെനി ഡിഫറെൻറ്റ്, നമ്മൾ സെലക്ട് ചെയ്യുന്ന യൂണിവേഴ്സിറ്റീസ് ഉണ്ടാവും, അതിൽ പഠിക്കാൻ. സോ ഇറ്റ്സ് ആൻ ഇമേർഷൻ ടൈം. നമ്മൾ ഇമേഴ്സീവായിട്ട് വേണം ആ ലാംഗ്വേജിനെ പഠിക്കാൻ. കാരണം നമ്മൾ ലാംഗ്വേജ് മാത്രമല്ല പഠിക്കുന്നത്, നമ്മൾ ലാംഗ്വേജിൽ കൂടെ രാജ്യത്തെ കൂടുതൽ മനസ്സിലാക്കുന്നു, അവിടെ കൾച്ചർ മനസ്സിലാക്കുന്നു, അവിടെ സിവിലൈസേഷൻ മനസ്സിലാക്കുന്നു, അവിടെ ഹെറിറ്റേജ് മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് അവിടെ തന്നെ പോയി നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ആ ട്രെയിനിങ്ങിൻ്റെ ഇതുപോലെ ലാംഗ്വേജ് ട്രെയിനിങ്ങിൻ്റെ കൂടെ തന്നെ നമ്മൾ എംബസിയിൽ വർക്കും ചെയ്തു തുടങ്ങും. അപ്പോൾ എംബസിയിൽ മെയിനായിട്ട് കുറച്ച് ഡിവിഷൻസ് ഉണ്ട് കോമൺ ആയിട്ട്. അതിനെ പറയുന്നത് പൊളിറ്റിക്കൽ വിങ്, എക്കണോമിക് ആൻഡ് കൊമേഴ്സ് വിങ്, കോൺസുലർ വിങ്, പ്രസ് ആൻഡ് ഇൻഫർമേഷൻ വിങ്, കൾച്ചർ വിങ്. പിന്നെ ചില രാജ്യങ്ങളിൽ യു വിൽ ഹാവ് എ ഡിഫൻസ് വിങ് ആൻഡ് എഡ്യൂക്കേഷൻ വിങ്. പൊളിറ്റിക്കൽ വിങ്ങിലാണ് മെയിനായിട്ട് ആ രാജ്യവുമായിട്ട്, ആ രാജ്യത്തിലെ ആ രാജ്യത്തിലൊരു ഫോറിൻ അഫയേഴ്സ് മിനിസ്ട്രി ഉണ്ടാകും. അതിൽ ഇന്ത്യനെ നോക്കുന്ന കുറച്ച് ഓഫീസേഴ്സ് കാണും. അവരുമായിട്ട് ഡയലോഗ് ചെയ്യുന്നത്, അവരെ മീറ്റ് ചെയ്യുന്നത്, അവരുമായിട്ട് മറ്റ് റിട്ടേൺ കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ ചെയ്യുന്ന വിങ്ങാണ് പൊളിറ്റിക്കൽ വിങ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ അറിയാം, വി ഹാവ് ദിസ് ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ഗോയിങ് ഓൺ വിത്ത് പാകിസ്ഥാൻ. സോ ഡിഫറെൻറ്റ് എംബസീസിലെ പൊളിറ്റിക്കൽ വിങ്ങിലെ ഓഫീസേഴ്സ് ആ ഫോറിൻ മിനിസ്ട്രി പോയി ദേ വിൽ ബ്രീഫ് വാട്ട് ഈസ് ഹാപ്പനിങ്. what is our stand, what is happening, what is correct news, what is fake news, what is happening. അതുപോലെ തന്നെ ഇപ്പോൾ UN പോലത്തെ ബോഡിയിൽ if a resolution comes, we will work so that countries will vote in our favor.
മറ്റ് ഇഷ്യൂസ് വരുന്ന സമയത്ത് ടു ജനറേറ്റ് കൺസെൻസസ്. സോ ആ വർക്ക് അല്ലെങ്കിൽ ഒരു മെമ്മറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ നമുക്ക് സൈൻ ചെയ്യണം. അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള ആൾക്കാർക്ക് എംപ്ലോയ്മെൻറ്റിന് വേണ്ടി കൂടുതൽ ഓപ്പൺ അപ്പ് ചെയ്യണം, അല്ലെങ്കിൽ സയൻറ്റിഫിക് എക്സ്പ്ലോറേഷൻ വേണം, അല്ലെങ്കിൽ സ്പേസ് ഏരിയയിൽ കോപ്പറേഷൻ വേണം. അപ്പോൾ അങ്ങനെയുള്ള അതിനൊക്കെ വേണ്ടിയുള്ള എഗ്രിമെൻറ്റ്സിന് വേണ്ടി പ്രവർത്തിക്കുക, അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് പൊളിറ്റിക്കൽ വിങ് ആണ്. പിന്നെ എക്കണോമിക് ആൻഡ് കൊമേഴ്സ് വിങ്, നിങ്ങൾക്കറിയാം, ലൈക്ക് വി ആർ റിയലി ഫോക്കസിങ് ഓൺ അവർ ഗ്രോത്ത്. ആ ഗ്രോത്ത് വരുമ്പോൾ വി ആർ ഇൻ എ ഗ്ലോബലൈസ്ഡ് വേൾഡ്, വി നീഡ് അതർ കൺട്രീസ്, വി നീഡ് ഇൻവെസ്റ്റ്മെൻറ്റ്, വി നീഡ് പാർട്ണർഷിപ്പ്. സോ എവറി ഫോറിൻ സർവീസ് ഓഫീസർ ഓൾസോ വർക്ക്സ് ടുവേർഡ്സ് ട്രേഡ് ഇംപ്രൂവ് ചെയ്യാൻ, ടൂറിസം ഓപ്പർച്യൂണിറ്റീസ് ഇമ്പ്രൂവ് ചെയ്യാനെല്ലാം വർക്ക് ചെയ്യും. സോ അതിനുവേണ്ടി വി വർക്ക് വിത്ത് ദ ട്രേഡ് ബോഡീസ്, അവിടുത്തെ ചേംബർ ഓഫ് കൊമേഴ്സസ്, ഡിഫറെൻറ്റ് കമ്പനീസ് വെച്ച് വർക്ക് ചെയ്യും. വി കോർഡിനേറ്റ് വിത്ത് ദ ബിസിനസ് ബോഡീസ് ഇൻ ഇന്ത്യ, അവിടെ വിസിറ്റ്സ് അല്ലെങ്കിൽ ഡെലിഗേഷൻസ്, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലുമൊക്കെ എക്സ്പോസ് ഉണ്ടാകുമ്പോൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട്, പിന്നെ മാർക്കറ്റ് റിലേറ്റഡ് ഇൻഫോ ചെയ്യാൻ, അതൊക്കെയാണ് നോർമലി എക്കണോമിക് ആൻഡ് കൊമേഴ്സ് വിങ്ങിൽ നടക്കുന്നത്. ഫോർമോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു വിങ്ങാണ് കോൺസുലർ വിങ് എന്ന് പറയുന്നത്. കാരണം ഇന്ത്യൻ സിറ്റിസൺസ് എവിടെയുണ്ടോ അവർക്ക് വേണ്ടിയുള്ള എല്ലാ സർവീസസും പ്രൊവൈഡ് ചെയ്യുന്നത് അവിടുത്തെ എംബസി അല്ലെങ്കിൽ കോൺസുലേറ്റ് എന്ന് പറയുന്നതാണ്. അപ്പോൾ കോൺസുലർ വിങ് ആണ് പാസ്പോർട്ട്സ് കൊടുക്കുന്നത്. ഒരു കുട്ടി അവിടെ ജനിക്കുവാണ്, ആ കുട്ടിയുടെ ബർത്ത് രജിസ്റ്റർ ചെയ്യുന്നത്, ആരുടെയെങ്കിലും മരണം സംഭവിക്കുകയാണെങ്കിൽ ഡെത്ത് സർട്ടിഫിക്കറ്റ് കൊടുത്ത് മോർട്ടൽ റിമെയിൻസ് നാട്ടിലോട്ട് കൊണ്ടുവരാനായിട്ട് ചെയ്യുന്നത്. എംബസിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കല്യാണം കഴിക്കാം. പിന്നെ എന്തെങ്കിലും ഒരു പവർ ഓഫ് അറ്റേണി പോലത്തെ എന്തെങ്കിലും ലീഗൽ ഡോക്യുമെൻ്റ് നാട്ടിലേക്ക് വേണമെങ്കിൽ അതെല്ലാം എംബസിയിലെ ഓഫീസറിൻ്റെ ഫ്രണ്ടിലാണ് നിങ്ങൾ പോയി സൈൻ ചെയ്തത് വാലിഡേറ്റ് ചെയ്യുന്നത്. പിന്നെ ഒരുപാട് ലേബർ ഒക്കെയുള്ള, ഇപ്പോൾ ഗൾഫ് കൺട്രീസ് പോലെയാണെങ്കിൽ അവിടെ ചിലപ്പോൾ ലേബർ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവും, ആ സമയത്ത് ഇൻ്റർവീൻ ചെയ്യണം. ചിലപ്പോൾ ഡൊമസ്റ്റിക് ഹെൽപ്പായിട്ട് വർക്ക് ചെയ്യുന്ന സ്ത്രീകൾക്ക് എന്തെങ്കിലുമൊക്കെ ഹരാസ്മെൻറ്റ് വരുമ്പോൾ അതിൽ ഇടപെടാനുണ്ട്. പിന്നെ എന്തെങ്കിലും എന്താ പറയുക, എന്തെങ്കിലും ഒരു കലാമിറ്റി വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഫിക്കൽട്ടി വരുമ്പോൾ ദെൻ എംബസി ഹാസ് ടു ബി ദെയർ ടു ഹെൽപ്പ് ഔട്ട് ദ സിറ്റിസൺസ്. അങ്ങനത്തെ എല്ലാ വർക്കുമാണ് കോൺസുലർ വിങ്ങിൽ വരുന്നത്. പ്രസ് ആൻഡ് ഇൻഫർമേഷൻ വിങ്ങിലാണ് നമ്മൾ മീഡിയ റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ സോഷ്യൽ മീഡിയ ഹാൻഡ്ലിങ്, വെബ്സൈറ്റ് ഹാൻഡ്ലിങ്, പ്രസ് ജേർണലിസ്റ്റുമായിട്ടുള്ളത്. എന്തെങ്കിലും ഒരു തെറ്റായ ഒരു ന്യൂസാണ് ഇന്ത്യനെ പറ്റി വരുന്നതെങ്കിൽ വി ട്രൈ ടു കറക്റ്റ് ദം. പോസിറ്റീവായിട്ടുള്ള ന്യൂസ് നമ്മൾ കൂടുതൽ അവയർനെസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നോക്കും. അതുപോലെ തന്നെ ആ രാജ്യത്ത് നടക്കുന്ന സംഭവ വികാസങ്ങൾ നമ്മൾ കൃത്യമായിട്ട് തിരിച്ച് ഇന്ത്യയിൽ നമ്മുടെ മിനിസ്ട്രീനെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. പിന്നെ കൾച്ചർ എന്ന് പറഞ്ഞൊരു വിങ്ങുണ്ട്. കാരണം ഇന്ത്യൻ കൾച്ചറിനെ ആ രാജ്യത്ത് നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അതുപോലെ തന്നെ ആ രാജ്യത്തിൻ്റെ കൾച്ചർ ഇന്ത്യയിൽ പരിചയപ്പെടുത്താനുമായിട്ട് പരിശ്രമിക്കുന്നു. കാരണം പലപ്പോഴും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ സ്പെയിനിലായിരുന്ന സമയത്ത് അവിടെയുള്ളവർക്ക് ഇന്ത്യ ഭയങ്കര ഇഷ്ടമാണ്. എന്താ പറയുക, നമ്മുടെ ഫുഡ് ഇഷ്ടമാണ്, ഫിലിംസ് ഇഷ്ടമാണ്, പാട്ട് ഇഷ്ടമാണ്. സോ അത് തന്നെ ഇറ്റ് വിൽ ക്രിയേറ്റ് ആൻ അഫിനിറ്റി ഫോർ ഇന്ത്യ. സോ അങ്ങനെ ഇറ്റ്സ് എ സോഫ്റ്റ് പവർ, കൾച്ചർ ഇസ് എ സോഫ്റ്റ് പവർ. അതിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു വിങ്ങാണ് കൾച്ചർ വിങ് എന്ന് പറയുന്നത്. സോ എംബസിയിൽ നമ്മൾ ഇതുപോലെ ലാംഗ്വേജിന് പഠിക്കാനായിട്ടൊക്കെ പോകുന്ന സമയത്ത് യു സ്റ്റാർട്ട് ആസ് എ തേർഡ് സെക്രട്ടറി. അതിനുശേഷം പരീക്ഷയ്ക്ക് എഴുതി പാസ്സായി കൺഫേം ആയാൽ യു ബിക്കം എ സെക്കൻഡ് സെക്രട്ടറി. പിന്നെ കരിയർ പ്രോഗ്രഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് സെക്രട്ടറി, കൗൺസിലർ, മിനിസ്റ്റർ, പിന്നെ ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷൻ, പിന്നെ ലാസ്റ്റ് വരുന്നത് അംബാസിഡർ. സോ എംബസിയും കോൺസുലേറ്റും തമ്മിലുള്ള വ്യത്യാസം, എംബസി എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൽ ഒരെണ്ണമേ ഉണ്ടാകുള്ളൂ. ആ രാജ്യത്തിൻ്റെ ക്യാപിറ്റൽ ആയിരിക്കും എംബസി ഉണ്ടാവുക. അങ്ങനെ ഒരു എംബസി ഒരു കോമൺവെൽത്ത് രാജ്യത്തിലാണ് സിറ്റുവേറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മളതിനെ ഹൈ കമ്മീഷൻ എന്ന് പറയും. അംബാസിഡറാണ് എംബസി ഹെഡ് ചെയ്യുന്നത്, ഹൈ കമ്മീഷണറാണ് ഹൈ കമ്മീഷൻ ഹെഡ് ചെയ്യുന്നത്. ഇൻ കേസ് നമ്മുടെ ഡയസ്പോറ ഒരുപാട് ലാർജാണ്, അല്ലെങ്കിൽ രാജ്യം വളരെ ലാർജാണെങ്കിൽ ഒരു എംബസി കൊണ്ട് നമുക്ക് എഫക്റ്റീവ്ലി വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ടാണ് കോൺസുലേറ്റ്സ് ഉള്ളത്. ഫോർ എക്സാമ്പിൾ US-ൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്ക് എംബസി വാഷിങ്ടണിലുണ്ട്, നമുക്ക് സാൻ ഫ്രാൻസിസ്കോ, ഹൂസ്റ്റൺ, അറ്റ്ലാന്റ, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് കോൺസുലേറ്റ്സ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ ഇന്ത്യയിലെ കാര്യം നോക്കുവാണെങ്കിൽ ഇവിടെ ട്രിവാൻഡ്രത്ത് UAE-ക്ക് ഒരു കൗൺസിലേറ്റ് ഉണ്ട്, അല്ലെങ്കിൽ മാൽദീവ്സിന് ഒരു കൗൺസിലേറ്റ് ഉണ്ട്. അവിടെ രണ്ടുപേരുടെ എംബസി ന്യൂഡൽഹിയിലാണ് ഉള്ളത്. സോ നമുക്ക് എവിടെ വേണമെങ്കിലും എംബസിയിലോ അല്ലെങ്കിൽ കോൺസുലേറ്റിലോ എവിടെ വേണമെങ്കിലും നമ്മളെ പോസ്റ്റ് ചെയ്യാം. കോൺസുലേറ്റിലാണ് നമ്മൾ പോസ്റ്റ് ആകുന്നെങ്കിൽ നമ്മളെ കോൺസുൽ എന്ന് പറഞ്ഞാണ് നമ്മളെ ഡെസിഗ്നേറ്റ് ചെയ്യുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചില രാജ്യങ്ങളിൽ നമുക്ക് അവരുമായിട്ട് ഒരുപാട് ഡിഫൻസ് റിലേഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ റഷ്യ,
അല്ലെങ്കിൽ ഫ്രാൻസ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഒരു ഡിഫൻസ് വിങ് ഉണ്ടാവും. ഒരുപാട് കുട്ടികൾ പഠിക്കുന്നു, അങ്ങനെ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കോപ്പറേഷൻ ഉണ്ടെങ്കിൽ അവിടെ ഒരു എഡ്യൂക്കേഷൻ വിങ് ഉണ്ടാവും. ഇതാണ് ബ്രോഡ്ലി. പിന്നെ ഒരു വിസയുടെയും ഒരു സെക്ഷൻ, അത് കോൺസുലറിൻ്റെ കൂടെ തന്നെയാണ്. കാരണം ഇന്ത്യയിലേക്ക് വരുന്നവർക്ക് വേണ്ടിയുള്ള വിസ ഇഷ്യൂ ചെയ്യുന്നതും എംബസി അല്ലെങ്കിൽ കോൺസുലേറ്റിൽ നിന്ന് തന്നെയാണ്. ഇപ്പോൾ നിലവിൽ 200-ൽ കൂടുതൽ എംബസി ആൻഡ് കോൺസുലേറ്റ്സ് ഇന്ത്യക്കുണ്ട്. നമ്മൾ ഇനിയും പുതിയ എംബസി ആൻഡ് കോൺസുലേറ്റ്സ് ഓപ്പൺ ചെയ്യാനായിട്ട് നോക്കുകയാണ്. നമുക്ക് ഒരുവിധം എന്താ പറയുക, മെയിൻലി നമ്മുടെ നെയ്ബർഹുഡ് അങ്ങനെയാണ് നമ്മുടെ എന്താ പറയുക പ്രയോറിറ്റി പോകുന്നത്. പിന്നെ ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ P5 കൺട്രീസ്, ഇമ്പോർട്ടൻ്റ് G20 കൺട്രീസ്, അവിടെയൊക്കെയാണ് ഫസ്റ്റ് നമ്മുടെ പ്രസൻസ് ഉള്ളത്. സോ യൂറോപ്പിൽ ഒരുപാട് രാജ്യങ്ങൾ നമുക്ക് ഇനിയും എംബസി തുടങ്ങാനുണ്ട്. ലാറ്റിൻ അമേരിക്കയിലും ഇനിയും നമുക്ക് എംബസീസൊക്കെ സ്റ്റാർട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ എൻ്റെ ഒരു കരിയർ പ്രോഗ്രഷൻ പറയുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ 2016 സർവീസിൽ കയറുന്നത്. ആദ്യത്തെ 3 മാസം മസൂറിയിൽ ട്രെയിനിങ്, പിന്നെ അത് കഴിഞ്ഞ് ഡൽഹിയിൽ വരുന്നു, അവിടെ ട്രെയിനിങ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഭാരത് ദർശൻ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഇന്ത്യയിൽ നമുക്ക് സ്ഥലങ്ങളൊക്കെ പോകാനൊക്കെയുള്ള ഒരു പ്രൊവിഷനൊക്കെ ഉണ്ട്. അപ്പോൾ ആ സമയം കഴിഞ്ഞിട്ട് സ്പാനിഷ് ഫോറിൻ ലാംഗ്വേജ് ചൂസ് ചെയ്തു. അങ്ങനെ മെഡ്രിഡിൽ പോകുന്നതിൻ്റെ സമയമായി. മെഡ്രിഡിൽ വന്നു, 1 വർഷം ലാംഗ്വേജ് പഠിച്ചു, എംബസിയിൽ വർക്ക് ചെയ്തു. അതിനുശേഷം ദെൻ യു ഗെറ്റ് യുവർ പോസ്റ്റിംഗ്. സോ നോർമലി ഒരു പോസ്റ്റിംഗ് എന്ന് പറയുന്നത് 3 years ആണ്. 3 years ഒരു രാജ്യത്ത്. അതായത് നമ്മളൊരു വേക്കൻസി സർക്കുലേറ്റ് ചെയ്യും, നമ്മൾ ചോയ്സ് കൊടുക്കും. കഴിവതും നമ്മുടെ എന്താ പറയുക, അതും ഒരു ബിഡിങ് പോലത്തെ ഒരു ഇതാണ് അല്ലേ. ദേ വിൽ ബി ഡിഫറെൻറ്റ് പീപ്പിൾ ആസ്കിങ് ഫോർ ഇറ്റ്. സോ ആരാണോ ഏറ്റവും സ്യൂട്ടബിൾ, നമുക്ക് പിന്നെ എന്തെങ്കിലും പേഴ്സണലായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മൾ വാട്ട് ഈസ് ദ റീസൺ, അത് അനുസരിച്ചാണ് മിനിസ്ട്രി അലോട്ട് ചെയ്യുന്നത് ഏത് രാജ്യത്തേക്കാണ്. ഒരു 3 years പോസ്റ്റിംഗ് കഴിഞ്ഞ് വീണ്ടും വേണമെങ്കിൽ ഒരു 3 years കൂടെ നമുക്ക് ഫോറിൻ പോസ്റ്റിംഗ് പറ്റും. സോ 3+3 ഈസ് വെരി കോമൺ. അത് കഴിഞ്ഞിട്ട് 1 more പോസ്റ്റിംഗ് അത് വേണേൽ കിട്ടും, ബട്ട് ഇറ്റ് ഈസ് ലിറ്റിൽ അൺകോമൺ. അതിൻ്റെ ഇടയ്ക്ക് യൂഷ്വലി 6 years കഴിഞ്ഞിട്ട് യു ഹാവ് ടു കം ബാക്ക് ടു ഇന്ത്യ. സോ ഇറ്റ്സ് എ റൊട്ടേഷൻ സ്കീം. ഇന്ത്യയിൽ വന്നു കഴിഞ്ഞ് ഒരു വിത്തിൻ 2 to 3 years ഇഫ് യു വോണ്ട് ടു ഗോ എബ്രോഡ് എഗെയിൻ നിങ്ങൾക്ക് പോസ്റ്റിങ്ങിന് വേണ്ടി അപേക്ഷിച്ച് നിങ്ങൾക്ക് പോകാം. ഇൻ കേസ് നിങ്ങൾക്ക് ഫോർ സം ഫാമിലി റീസൺ, മറ്റെന്തെങ്കിലും റീസൺ കൊണ്ട് യു വോണ്ട് ടു ബി ഇൻ ഇന്ത്യ ഫോർ എ ലോങ്ങർ ടൈം, അതും സാധ്യമാണ്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ഫോറിൻ സർവീസിൻ്റെ ഒരു വലിയൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതിലെ പേ ആൻഡ് അലവൻസസ് ആണ്. കാരണം ഇതിൽ വെൻ യു ആർ എബ്രോഡ് നമ്മുടെ സാലറിനേക്കാളും യു വിൽ ബി പെയ്ഡ് സംതിങ് കോൾഡ് ഫോറിൻ അലവൻസ്. കാരണം നമ്മൾ വിദേശത്തൊരു രാജ്യത്തായിരിക്കുന്ന ഒരു സമയത്ത് നമ്മുടെ രാജ്യത്തിൻ്റെ ആ ഒരു എന്താ പറയുക ഡിഗ്നിറ്റിയും എല്ലാം ആണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ അപ്പോൾ അവിടുത്തെ ഒരു കോസ്റ്റ് ഓഫ് ലിവിങ്ങിന് ഇൻഡെക്സ് ചെയ്ത് നമുക്കൊരു പേ ആൻഡ് അലവൻസ് കിട്ടും. അപ്പോൾ അതൊരു UN-ൻ്റെ ഒരു ഇൻഡെക്സ് അനുസരിച്ചിട്ടുള്ളതാണ്. സോ അങ്ങനെ വരുന്ന സമയത്ത് യൂഷ്വലി നമ്മുടെ ഒരു ടേക്ക് ഹോം എന്ന് പറയുന്നത് ഈ എക്സ്ചേഞ്ച് റേറ്റ് ഒക്കെ കാരണം ദേ വിൽ ബി എ സിഗ്നിഫിക്കൻറ്റ്. സോ ഓവറോൾ കമ്പയർഡ് ടു എവറി അതർ സർവീസ്, a foreign service officer will earn the most without a doubt. Okay, so that is one of the main attractions. Then if you are not someone who is very much interested in limelight, കാരണം foreign service officers usually we are behind the screens. ചില സമയത്ത് എന്താ പറയുക വളരെ ക്രിട്ടിക്കലായിട്ടുള്ള കാര്യങ്ങളിൽ മിനിസ്ട്രിയിൽ പോലും ഉള്ളവർക്കറിയില്ല വാട്ട് റിയലി ഹാപ്പൻസ്. അത് ചിലപ്പോൾ വളരെ ചുരുക്കം ഓഫീസേഴ്സിന് മാത്രമേ അറിയായിരിക്കുള്ളൂ വാട്ട് ഹാസ് റിയലി ഹാപ്പൻഡ് ആൻഡ് ഓൾ. സോ വി ആർ ബിഹൈൻഡ് ദ സ്ക്രീൻസ് കൈൻഡ് ഓഫ് പീപ്പിൾ, ഇൻ മീറ്റിംഗ്സ്, ഇൻ ഫയൽസ്, ഇൻ ഡിസ്കഷൻസ്. വളരെ റെയറായിട്ട് നമ്മൾ ലൈം ലൈറ്റിലോട്ട് വരുള്ളൂ. അതുപോലെ തന്നെ ഞങ്ങളുടെ പബ്ലിക് ഡീലിംഗ് ഓപ്പർച്യൂണിറ്റീസും കുറവാണ്. ഇപ്പോൾ ഒരു IAS-ലും ഒരു IPS-ലും സമയത്ത് യു റെഗുലർലി ഇൻറ്ററാക്ട് വിത്ത് ദ പബ്ലിക്, യു മീറ്റ് ദം വെരി ഓഫൺ. സോ കോൺസുലർ സെക്ഷനിൽ അല്ലാണ്ട് മറ്റൊരു ഡിവിഷനിലും നമുക്ക് നോർമലി അങ്ങനെ ആൾക്കാരുമായിട്ട് ഒരു ഡേ ടു ഡേ ബേസിസിൽ നമുക്ക് അവരുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. അങ്ങനെ വരുമ്പോൾ മറ്റ് പൊളിറ്റിക്കൽ ഇൻ്റർഫറൻസസോ മറ്റ് ഇൻ്റർഫറൻസസോ ഫോറിൻ സർവീസിൽ മറ്റ് സർവീസിനേക്കാളും കമ്പാരിറ്റീവ്ലി കുറവാണ് എന്ന് തന്നെ പറയാം. സോ നമ്മൾ ലൈഫിനെ എങ്ങനെ നോക്കിക്കാണുന്നു എന്ന പോലെ ഇരിക്കും. സോ മാഡം ഇപ്പോൾ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ ഒരു കുട്ടി പറഞ്ഞു ലൈക്ക് ഷീ വാണ്ടഡ് ടു ബി ഇൻ ഇന്ത്യ ആൻഡ് ഷീ വാണ്ടഡ് ടു ബി ആൻ അഡ്മിനിസ്ട്രേറ്റർ ഇൻ ഇന്ത്യ. അപ്പം അങ്ങനെ തന്നെയാണ് നിങ്ങളുടെ ആഗ്രഹം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോറിൻ സർവീസ് എടുക്കുകയാണെങ്കിൽ യു വിൽ ഫീൽ ലിറ്റിൽ ഔട്ട് ഓഫ് ദ പ്ലേസ്. കാരണം യു ക്യാൻ ലുക്ക് ഇറ്റ് ആസ് എൻ അഡ്വെഞ്ചർ.
ദാറ്റ് അഡ്വെഞ്ചർ വിൽ കം വിത്ത് അല്ലെ, അതിൻ്റേതായിട്ടുള്ള സാക്രിഫൈസസ് ഉണ്ടാവും, ഡിഫിക്കൽട്ടീസും ഉണ്ടാകും. കാരണം എല്ലാ 3 വർഷവും you have to change the place and you have to go. Sometimes എന്താ പറയുക, നമ്മുടെ സ്പൗസ് വർക്കിംഗ് ആണ് എന്നുണ്ടെങ്കിൽ അവരുടെ കരിയറിന് അതിൻ്റേതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടാകും. കുട്ടികൾക്ക് സ്കൂൾ മാറുമ്പോൾ ചിലപ്പോൾ കുറച്ച് നാൾ അവിടെ ഫ്രണ്ട്സിനെ വിട്ടു പോകുന്നത്, പുതിയ സ്ഥലത്ത് പോയി ഫ്രണ്ട്സിനെ കണ്ടുപിടിക്കുന്നത്, അങ്ങനെ ഒരു ബുദ്ധിമുട്ടാണ്. ബട്ട് ഓൺ ആൻ അതർ സൈഡ് നമുക്ക് ലോകം മൊത്തം കാണാനും എല്ലാ കൾച്ചേഴ്സിനും എക്സ്പീരിയൻസ് ചെയ്യാനും എന്താ പറയുക ഒരു ഗ്ലോബൽ സിറ്റിസണായിട്ട് ജീവിക്കാനും ഒക്കെയുള്ള ഒരു യുണീക്ക് ഓപ്പർച്യൂണിറ്റിയുമാണ് ഫോറിൻ സർവീസ് എന്ന് പറയുന്നത്. കാരണം കുട്ടികൾക്കൊക്കെ തന്നെയാണെങ്കിൽ ദേ വിൽ ഗെറ്റ് സോ മച്ച് ഓഫ് എക്സ്പോഷർ, എന്താ പറയുക ഒരു ബിക്കോസ് അവർ പഠിക്കുന്ന ഇൻ്റർനാഷണൽ സ്കൂൾസിലും ദേ വിൽ മീറ്റ് വിത്ത് പീപ്പിൾ ഫ്രം ഡിഫറെൻറ്റ് ബാക്ക്ഗ്രൗണ്ട്സ്. അവർക്ക് എന്താ പറയുക, നമ്മുടെ നാട്ടിൽ നമുക്ക് ഇന്ന കാര്യങ്ങളെ പഠിക്കാൻ പറ്റുള്ളൂ, അവർക്ക് ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും പഠിക്കാനും എന്താ പറയുക അതിലൊക്കെ അവിടെ ഇൻട്രസ്റ്റ് ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാനും എല്ലാം സാധിക്കും. സോ അങ്ങനെ ഇറ്റ് കംസ് വിത്ത് ഇറ്റ്സ് ഓൺ അഡ്വാൻറ്റേജസ് ആൻഡ് ചാലഞ്ചസ്. സോ അങ്ങനെ ഒരു ഫാമിലി ആയിട്ടുള്ള മാറ്റേഴ്സിൽ വരുമ്പോൾ ഇറ്റ് ഈസ് ഹൗ യു സീ. പിന്നെ നമുക്ക് നമ്മുടെ പേരൻസ് നമ്മളുടെ ഫിനാൻഷ്യലി ഡിപ്പെൻഡൻ്റ് ആണെങ്കിൽ നമുക്ക് അവരെ ഗവൺമെൻറ്റിൻ്റെ ചിലവിൽ തന്നെ നമ്മൾ ആയിരിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോകാനായിട്ട് പറ്റും. അവർ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ സ്റ്റിൽ യു ക്യാൻ ടേക്ക് ദം, ബട്ട് അവരുടെ എക്സ്പെൻസസ് നമ്മൾ ബെയർ ചെയ്യണം എന്നേ ഉള്ളൂ. ബട്ട് ദേ ക്യാൻ ബി വിത്ത് അസ് ഫോർ ലോങ്ങർ പീരീഡ്സ് ഓഫ് ടൈം. നമ്മൾ വിദേശത്തായിരിക്കുന്ന സമയത്ത് നമ്മുടെ ഹൗസിംഗ് എല്ലാം ഇറ്റ് ഈസ് ടേക്കൺ കെയർ ഓഫ് ബൈ ദ ഗവൺമെൻറ്. 18 വയസ്സ് വരെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ, ഹെൽത്ത്, അതെല്ലാം ഈസ് ടേക്കൺ കെയർ ഓഫ്. ഇന്ത്യയിലായിരിക്കുന്ന സമയത്ത് യു ഹാവ് ഓൾസോ ഡിഫറെൻറ്റ് അതർ പാക്കേജസ് നോട്ട് ഫോർ എഡ്യൂക്കേഷൻ. സോ ഈ 2 കാര്യങ്ങളും ഇറ്റ്സ് കോമ്പൻസേറ്റഡ്. ആൻഡ് ഓവറോൾ ഫോറിൻ സർവീസിൽ ദ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇറ്റ് ഈസ് വെരി ഗുഡ്. നമുക്ക് ഒരുപാട് ഫീൽ ഗുഡ് ഫാക്ടേഴ്സ് ഉണ്ടാകും, ഒരുപാട് ഹാപ്പി ആക്കുന്ന ഇൻസിഡൻസ് ഉണ്ടാവും. എന്താ പറയുക, നമ്മുടെ പേരൻസ് ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും ഒക്കെ നമ്മളെ കാണാനൊക്കെ വരും. നമ്മൾ അവിടുത്തെ ഡയസ്പോറയായിട്ട് നമ്മൾ മീറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ഫോർ ദം നമ്മളാണ് ഇന്ത്യ എന്ന് പറയുന്നത്. വി ആർ ലൈക്ക് ഹോം ടു ദം. അല്ലെങ്കിൽ ഒരു വെൻ യു ആർ ഹെഡിങ് ദ മിഷൻ, നാഷണൽ ഡേക്ക് നമ്മൾ ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ അംബാസിഡർ അല്ലെങ്കിൽ ഹൈ കമ്മീഷണർ ആവുന്ന സമയത്ത് നമ്മുടെ ഒഫീഷ്യൽ കാറിൽ ദേ വിൽ ബി ദ ഫ്ലാഗ് ഓഫ് ഇന്ത്യ. അപ്പോൾ ഇതൊക്കെ എന്താ പറയുക ഒരു അൺമാച്ച്ഡ് ആയിട്ടുള്ള ഒരു ഇതാണ് ടു റെപ്രസെൻറ്റ് യുവർ കൺട്രി. വെൻ യു സൈൻ ഫോർമൽ എഗ്രിമെൻറ്റ്സ് യു വിൽ സൈൻ ഫോർ ദ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ. സോ അങ്ങനെയൊക്കെ കുറേ ദർ ഇസ് ലൈക്ക് ലോട്ട് ഓഫ് ഗുഡ് മെമ്മറീസ്, ദർ ഇസ് ലോട്ട് ഓഫ് ക്വാളിറ്റി ഓഫ് ലൈഫ്. അതുപോലെ തന്നെ ഒരുപാട് പേഴ്സണൽ ഗ്രോത്ത്. കാരണം ആസ് എ പേഴ്സൺ ഐ തിങ്ക് യു വിൽ ഗ്രോ. കാരണം നമ്മൾ ഒരുപാട് പുതിയ ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്യുമ്പോൾ, പുതിയ കൾച്ചേഴ്സ് മനസ്സിലാക്കുമ്പോൾ വി റിയലി ഗ്രോ ആസ് എ പേഴ്സൺ. സോ ഞാനാണെങ്കിൽ തന്നെ ഈവൻ ദോ ഐ വോണ്ടഡ് ടു ട്രാവൽ, ഐ വോണ്ടഡ് ടു സീ ഓൾ ഓഫ് ദ വേൾഡ്. ഫോറിൻ സർവീസ് കയറി എൻ്റെ ആദ്യത്തെ ഇതുപോലെ സ്പെയിനിൽ പോസ്റ്റ് ചെയ്യുന്ന സമയത്താണ് ഞാൻ ആദ്യമായിട്ട് ഇന്ത്യക്ക് വെളിയിൽ പോകുന്നത്. എൻ്റെ പേരൻസ് അവരെ സ്പെയിനിൽ കൊണ്ടുവന്നു. ദേ വെർ ദെയർ ഫോർ 3-4 months. കല്യാണം കഴിഞ്ഞ ഹസ്ബൻഡ് ഓൾസോ കെയിം ഫോർ 3-4 months. ഫ്രണ്ട്സ് വിസിറ്റ് ചെയ്യാൻ വേണ്ടി ഇരുന്നു. കോവിഡ് ആയതുകൊണ്ട് അവർക്ക് വരാനായിട്ട് പറ്റില്ല. ബട്ട് ജനറലി ദർ ഇസ് എൻ ഇൻട്രസ്റ്റ്. പീപ്പിൾ വോണ്ട് ടു കം ആൻഡ് ലൈക്ക് ബി വിത്ത് യു ആൻഡ് സ്പെൻഡ് ടൈം ആൻഡ് ഓൾ ഓഫ് ദ. പിന്നെ സ്പെയിനിലായിരിക്കുന്ന സമയത്ത് വളരെ ഈസി ആയിട്ട് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിൽ പോകാനായിട്ട് പറ്റും. സ്പെയിനിൽ ഒരുപാട് സ്ഥലങ്ങൾ കണ്ടു. സ്പാനിഷ് അറിയാവുന്നതുകൊണ്ട് വളരെ നല്ല രീതിയിൽ സ്പെയിനെ പറ്റി മനസ്സിലാക്കാനോ അവരുടെ ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് ഒക്കെ മനസ്സിലാക്കാനോ പറ്റി. പിന്നെ സ്പെയിനിൽ വളരെ എന്തെങ്കിലും ഒരു ഹൈ പ്രൊഫൈലായിട്ട് ചിലപ്പോൾ പൊളിറ്റീഷ്യൻസിൻ്റെ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ സെലിബ്രിറ്റീസ്, സ്പോർട്സ്മെൻ, മ്യൂസീഷ്യൻസ് ഒക്കെ വരുവാണെങ്കിൽ യു ക്യാൻ മീറ്റ് ദം ആൻഡ് യു ക്യാൻ ലൈക്ക് there will be like this fan girl moments. അപ്പോൾ അങ്ങനത്തെ there are lot of different opportunities and the kind of access you have, because I don't know what really happens in USA, but if in Spain, if I want to talk to someone in Real Madrid or FC Barcelona, I can just call up and say that I am so and so, I am calling from the Embassy of India. I can just set up a meeting, I can go and meet with them. Or you want to meet anyone like that, according to the level. So access in the varayunnathu, because you are representing your country, is also
വെരി ഹൈ. അപ്പാർട്ട് ഫ്രം ദ മിനിസ്ട്രി, നമ്മുടെ മിനിസ്ട്രിയുടെ വർക്ക് അല്ലാണ്ട് മിനിസ്ട്രി ഹാസ് സം അതർ ഓഫീസസ് ഓൾസോ. വൺ ഓഫ് ദം ഇസ് പാസ്പോർട്ട് ഓഫീസസ്. കാരണം മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ആണ് പാസ്പോർട്ട്സ് ഇഷ്യൂ ചെയ്യുന്നത്. സോ ദർ ആർ 37 പാസ്പോർട്ട് ഓഫീസേഴ്സ് ഇൻ വേരിയസ് പാർട്സ് ഓഫ് ഇന്ത്യ. പിന്നെ പ്രൊട്ടക്ടർ ഓഫ് എമിഗ്രൻ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ട്രിവാൻഡ്രത്തും ഒരു പ്രൊട്ടക്ടർ ഓഫ് എമിഗ്രൻ്റ് ആണ്. കാരണം എമിഗ്രേഷൻ ആക്ടിൻ്റെ ഇതിൽ വരുമ്പോൾ 10th താഴെ ഒക്കെയുള്ള വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരാണെങ്കിൽ അവർ ജോലിക്ക് വേണ്ടി പോകുമ്പോൾ അവർ ചൂഷണം ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടി അവർക്ക് അഡിക്വേറ്റ് ആയിട്ടുള്ള ട്രെയിനിങ്ങും അവയർനെസ്സും ഒക്കെ കൊടുക്കുന്ന ഒരു വിങ്ങാണ്. അല്ലെങ്കിൽ റിക്രൂട്ടിംഗ് ഏജൻസീസിനെ പ്രോപ്പറായിട്ട് അവർക്ക് ലൈസൻസ് കൊടുക്കുന്നതാണ് പ്രൊട്ടക്ടറേറ്റ് ഓഫ് എമിഗ്രൻ്റ്. ദെൻ ദർ ഇസ് സംതിങ് കോൾഡ് ICCR, ഇന്ത്യൻ കൗൺസിൽ ഫോർ കൾച്ചറൽ റിലേഷൻസ്. അതാണ് ഈ ഇന്ത്യൻ കൾച്ചറിനെ പ്രൊമോട്ട് ചെയ്യാനുള്ളതും അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളിലെ കൾച്ചർ ഇന്ത്യയിലോട്ട് കൊണ്ടുവരാനുമായിട്ട് ശ്രമിക്കുന്നവയും. പിന്നെ ഒരു തിങ്ക് ടാങ്ക് പോലെ ദർ ഇസ് എ ഗ്രൂപ്പ് വിച്ച് ഇസ് കോൾഡ് ഇന്ത്യൻ കൗൺസിൽ ഫോർ വേൾഡ് അഫെയർ. ദെൻ ഫോറിൻ സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇതാണ് മെയിനായിട്ട് ഓഫീസസ് വരുന്നത്. അതുപോലെ തന്നെ പല മിനിസ്ട്രീസിലും there is a division for international cooperation. Ministry of Commerce-luണ്ട്, Ministry of Petroleum and Natural Gas-luണ്ട്, Space-luണ്ട്. സോ അങ്ങനെയുള്ള വിങ്ങിൽ യു ക്യാൻ ഗോ ഓൺ ഡെപ്യൂട്ടേഷൻ. അവിടെ ഫോറിൻ സർവീസ് ഓഫീസേഴ്സാണ് ഈ ഡിഫറെൻറ്റ് മിനിസ്ട്രീസിലുള്ള ഇൻ്റർനാഷണൽ കോപ്പറേഷൻ വിങ്ങിൽ വരുന്നത്. ചിലപ്പോൾ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസിലും നിങ്ങൾക്ക് ഡെപ്യൂട്ടേഷനിൽ പോകാനായിട്ട് പറ്റും. ഇതാണ് ബ്രോഡ്ലി മിനിസ്ട്രിയുടെ അല്ലാണ്ട് എംബസി അല്ലെങ്കിൽ കോൺസുലേറ്റിൽ അല്ലാണ്ടുള്ള ഒരു വർക്ക് പ്രൊഫൈലും വർക്കിൻ്റെ ഇതെന്ന് പറഞ്ഞത്. സ്പെഷ്യലൈസേഷൻസിന് ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് എന്താ പറയുക, വളരെ കോൺഷ്യസ് ആയിട്ട് ചെയ്യാൻ പാടാണ്. സംടൈംസ് ആ ഒരു സമയത്ത് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി വരുവാണെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ പോയി എന്തെങ്കിലും കൂടുതൽ പഠിക്കാനോ അല്ലെങ്കിൽ വർക്ക് ചെയ്യാനോ അങ്ങനെ മേ ബി യു വിൽ ഗെറ്റ് എ സ്പെഷ്യലൈസേഷൻ. ഇല്ലെങ്കിൽ പൊതുവെ ഒരു ജനറലിസ്റ്റ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഫോറിൻ സർവീസിലും മുന്നോട്ട് പോകുന്നത്. പിന്നെ ഫോറിൻ സർവീസിൻ്റെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ പറയല്ലേ, ഈ ഉയരം കൂടുമ്പോഴാണ് ടേസ്റ്റ് കൂടുന്നത് പോലെ ഇങ്ങനെ കരിയറിൽ ഇങ്ങനെ പൊങ്ങി വരുമ്പോഴാണ് യു ഗെറ്റ് മോർ വർക്ക്, മോർ ഫ്രീഡം, മോർ ഓട്ടോണമി, മോർ ബെനിഫിറ്റ്സ്, മോർ വിസിബിലിറ്റി. സോ ആ ഒരു ചാമും തീർച്ചയായിട്ടും ഫോറിൻ സർവീസിനുണ്ട്. ഓൾസോ ഫോറിൻ സർവീസ് ഒരു ചെറിയൊരു സർവീസാണ്. There is only 700 to 800 Group A officers. UPSC എഴുതി സെലക്ട് ആകുന്ന Group A officers, there is only 700 to 800. Then you have something called the Group B officers. അങ്ങനെ ആകെ മൊത്തം ഈ രാജ്യത്തിന് ഒരു 3000 ഡിപ്ലോമാറ്റിക് സ്റ്റാഫ് മാത്രമേ ഉള്ളൂ. സോ എന്താ പറയുക, ലൈക്ക് വി പഞ്ച് അബവ് അവർ വെയ്റ്റ്. വി ആർ വെരി വെരി എഫിഷ്യൻറ്റ്, വെരി പ്രൊഡക്റ്റീവ്. സോ ആ ഒരു രീതിയിലും ഇറ്റ് ഈസ് എ വേ ടു മേ ബി ലൈക്ക് സ്റ്റാൻഡ് ഔട്ട് ഓർ ടു ഡിഫറൻഷിയേറ്റ് യുവർ സെൽഫ്. സോ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് യു വോണ്ട്. ഓക്കെ, നിങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് യു വോണ്ട് ടു വർക്ക് എമംഗ് ദ പീപ്പിൾ. നിങ്ങൾക്ക് ആൾക്കാരെ സഹായിക്കണം, സേവിക്കണം, അവർക്ക് വേണ്ടി വർക്ക് ചെയ്യണം. അപ്പോൾ ആ ഒരു ഹ്യൂമൻ ഇൻട്രാക്ഷനൊക്കെ നിങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരാണ് എന്നുണ്ടെങ്കിൽ ദെൻ ഫോറിൻ സർവീസിൽ അതിൻ്റെ ചാൻസസ് കുറവാണ്. ബട്ട് ഇതുപോലെ രാജ്യത്തിനെ റെപ്രസെൻറ്റ് ചെയ്ത് ഇവിടെ നമ്മൾ ഫോറിൻ സർവീസിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വി ലുക്ക് അറ്റ് തിങ്സ് ഫ്രം എ വെരി ലാർജർ പെർസ്പെക്റ്റീവ്. ഇറ്റ്സ് എ മാക്രോ പെർസ്പെക്റ്റീവ്. സോ ഒരു റിന്യൂവബിൾ എനർജിക്ക് വേണ്ടി വി ആർ ട്രൈയിങ് ഫോർ ഇറ്റ്. സോ അതിന് വേണ്ടി ഇപ്പോൾ സോളാർ അലയൻസോ അല്ലെങ്കിൽ മറ്റ് എഗ്രിമെൻറ്റ്സ്, ഗ്രീൻ ഹൈഡ്രജൻ കൊണ്ടുവരും. അപ്പോൾ അതിന് വേണ്ടിയൊക്കെയുള്ള ഇൻ്റർനാഷണൽ കോപ്പറേഷന് വേണ്ടി ഇറ്റ് ഈസ് ഫോറിൻ സർവീസ് ഓഫീസേഴ്സ് ഹു വർക്ക് ബിഹൈൻഡ് ഇറ്റ്. അല്ലെങ്കിൽ നാളെ എവിടെയെങ്കിലുമൊക്കെ ഡിസാസ്റ്റേഴ്സ് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഇവാക്വേഷൻ മൊത്തം നടക്കുക, അല്ലെങ്കിൽ ഹ്യൂമാനിറ്റേറിയൻ ഡിസാസ്റ്റേഴ്സിൽ റെസ്പോൺസ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നെയ്ബർഹുഡ് ഉൾപ്പെടെ മറ്റ് പല രാജ്യങ്ങളിലും ഡെവലപ്മെൻറ്റ് പ്രോജക്ട്സിൽ അസിസ്റ്റ് ചെയ്യുക. ആഫ്രിക്കയിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരുപാട് ഹ്യൂമൻ റിസോഴ്സിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അവർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട്, ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. സോ വി ആർ സ്റ്റിൽ ടച്ചിങ് പീപ്പിൾ. വി ആർ ടച്ചിങ് തൗസൻഡ്സ് ഓഫ് പീപ്പിൾ. ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് നമ്മളവരുടെ മുഖം നമുക്കറിയത്തില്ലായിരിക്കും. ആ ഒരു എന്താ പറയുക, നമുക്ക് റിക്കളക്ട് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ നമ്മൾ അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത് വളരെ കുറവായിരിക്കും. ബട്ട് ഇറ്റ് സ്റ്റിൽ ടച്ചസ് പീപ്പിൾ ഓൺ ആൻ എവറി ഡേ ബേസിസ്. അതാണ് പൊതുവേ ഫോറിൻ സർവീസിൻ്റെ ഒരു നേച്ചർ എന്ന് പറയുന്നത്. പിന്നെ ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി ചിലപ്പോൾ ചിലർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം. നമുക്ക് അറിയത്തില്ലെങ്കിൽ പോലും നമുക്ക് ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് നമുക്കത് പഠിപ്പിച്ചു തരും. അതിൻ്റെ ക്ലാസ്സസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. കാരണം കോമൺ ആയിട്ട് എല്ലാ ഡിപ്ലോമാറ്റ്സും ചിലപ്പോൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ്
ഇംഗ്ലീഷ് ആയിരിക്കും. അത് ഇംഗ്ലീഷ് ഇല്ലെങ്കിലും നമുക്കും ചിലപ്പോൾ വലിയ കുഴപ്പമില്ലാണ്ട് ട്രാൻസ്ലേറ്ററിൻ്റെ സർവീസസ് ഒക്കെ വെച്ച് നമുക്ക് മാനേജ് ചെയ്യാവുന്നതാണ്. വളരെ കുറച്ച് രാജ്യങ്ങളിൽ പോസ്റ്റിങ്ങിൻ്റെ ഇത് വരുന്ന സമയത്ത് അത് നോൺ ഫാമിലി പോസ്റ്റിംഗ് ആയിരിക്കും. കാരണം എന്തെങ്കിലുമൊക്കെ ത്രെറ്റ്സ് കാണും. ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവരെയും വിളിച്ചുകൊണ്ട് പോകാനായിട്ട് പറ്റില്ല, ബിക്കോസ് ദർ ഇസ് സെക്യൂരിറ്റി സിറ്റുവേഷൻ. സോ ഇറ്റ് വിൽ ബി എ നോൺ ഫാമിലി പോസ്റ്റിംഗ്. അല്ലാണ്ട് ജനറലി എല്ലായിടത്തും യു ക്യാൻ ടേക്ക് യുവർ ഫാമിലി, യു ക്യാൻ ടേക്ക് യുവർ കിഡ്സ്, യു ക്യാൻ ടേക്ക് യുവർ പേരൻസ് ആൻഡ് ദേ വിൽ ബി വെരി കംഫർട്ടബിൾ. ഞാൻ സ്പെയിനിൽ മാത്രമേ പോസ്റ്റിംഗ് ചെയ്തിട്ടുള്ളൂ. കാരണം എൻ്റെ ലാംഗ്വേജ് ട്രെയിനിങ് ഞാൻ അവിടെ ചെയ്തു. അതിനുശേഷം 3 വർഷം ഞാൻ അവിടെ പോസ്റ്റിംഗ് ചെയ്തു. അതിനുശേഷം ഞാൻ ഇന്ത്യയിലോട്ട് വന്നു. അതിനുശേഷം ഇവിടെ ഒരു വർക്ക് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉള്ളത് കൊണ്ട് ഐ കെയിം. സോ ഇവിടെ പാസ്പോർട്ട് ഓഫീസിൽ വരുന്ന ആദ്യത്തെ ഫോറിൻ സർവീസ് ഓഫീസറാണ് ഞാൻ. കാരണം അത് ഇപ്പോഴത്തെ ഒരു പോളിസി ഡിസിഷൻ പോലെയാണ്, യങ് ഓഫീസേഴ്സിനെ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സിലോട്ട് വിടാം. ഇല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡൽഹി, മുംബൈ അങ്ങനെ കുറച്ച് RPOസിൽ മാത്രമേ ഇതിന് മുന്നേ ഫോറിൻ സർവീസ് ഓഫീസേഴ്സ് ഇരുന്നിട്ടുള്ളൂ. അതുപോലെ തന്നെ എൻ്റെ ബാച്ച്മേറ്റ്സ് ഉൾപ്പെടെ ഒരുപാട് പേർക്ക് ഇപ്പോൾ മറ്റു മിനിസ്ട്രീസിൽ ഇൻ്റർനാഷണൽ കോർപ്പറേഷന് ഒക്കെ പോകാനും ഡെപ്യൂട്ടേഷന് വർക്ക് ചെയ്യാനും എല്ലാം പ്രൊവിഷനുണ്ട്. സോ ദിസ് ഇസ് ബ്രോഡ്ലി അബൌട്ട് ഇന്ത്യൻ ഫോറിൻ സർവീസ്. ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ വി ക്യാൻ ടേക്ക് ഇറ്റ് അപ്പ് ഇൻ Q&A. ഐ ജസ്റ്റ് ക്വിക്ക്ലി സേ അബൌട്ട് മൈ പ്രിപ്പറേഷൻ ഓൾസോ. ഞാൻ 2013 സർവീസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനായിട്ട് തുടങ്ങുന്നത്. തുടങ്ങിയപ്പോൾ ഞാൻ കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ് അക്കാഡമിയിൽ ഒരു പ്രിലിംസ് ബാച്ചിന് വേണ്ടി ചേർന്നു. കുറച്ച് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യും, കുറേയൊക്കെ ബങ്കി ഇങ്ങനെയൊക്കെ നടക്കുന്നു. ബേസിക് ആയിട്ടുള്ള ബുക്സൊക്കെ വായിക്കുന്നു, NCERT വായിക്കുന്നു, പത്രമൊക്കെ വായിക്കുന്ന റെഗുലറാക്കുന്നു, നോട്ടൊക്കെ എഴുതുന്നു. പിന്നെ പ്രിലിംസിൻ്റെ ഒരു 3-4 months ആയപ്പോഴാണ് ഈ വാലിന് തീ പിടിക്കുക എന്ന് പറയുന്നൊരു ഫീലിംഗ് വരുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി പഠിച്ചാലേ ശരിയാവുള്ളൂ. കാരണം എന്താ പറയുക, നമ്മൾ എന്തായാലും എഴുതുന്നു, സോ വി ഹാവ് ടു ഗിവ് എ ഗുഡ് അറ്റംപ്റ്റ്. കാരണം എന്നാലേ എന്താണ് നമ്മുടെ സ്ട്രെങ്തും വീക്ക്നെസ്സും എന്നൊക്കെ നമുക്ക് അറിയാനായിട്ട് പറ്റുള്ളൂ. പിന്നെ ഞാനപ്പോൾ ഒരു 2-3 months കുറേയും കൂടെ എഫേർട്ട് എടുത്ത് പഠിക്കാനൊക്കെ നോക്കി. പ്രിലിംസ് അന്ന് എഴുതിയപ്പോൾ എനിക്ക് വലിയ കോൺഫിഡൻസ് ഒന്നുമില്ല. കീയൊക്കെ നോക്കിയപ്പോൾ കിട്ടില്ല എന്ന് പറഞ്ഞ് ഞാൻ വീണ്ടും എന്താ പറയുക പഠിത്തത്തിൻ്റെ എന്താ പറയുക ഗിയറൊക്കെ കുറച്ചു. അതിനുശേഷം കിട്ടിയപ്പോൾ വീണ്ടും പേടിയായി, വീണ്ടും വന്നിരുന്ന് പഠിക്കാൻ തുടങ്ങി. ഓപ്ഷനിലൊക്കെ പഠിക്കുന്നു, മെയിൻസിന് പഠിക്കുന്നു. മെയിൻസ് എഴുതി. മെയിൻസ് ആദ്യമൊക്കെ എഴുതുന്ന സമയത്ത് കിട്ടുമോ ഇല്ലയോ എന്നൊന്നും പ്രഡിക്റ്റ് ചെയ്യാനൊന്നും അറിയില്ല, കാരണം എന്താണ് സംഭവിക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ എന്തായാലും എനിക്കന്ന് മെയിൻസിന് കിട്ടിയില്ല. പിന്നെ മാർക്ക് വന്നപ്പോഴാണ് എനിക്ക് ഒരു എന്താ പറയുക ഒരു 10-12 മാർക്സിനാണ് എനിക്കന്ന് ഇൻ്റർവ്യൂ കോള് പോയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ പ്രതീക്ഷയുണ്ട്. പിന്നെ എനിക്കൊരു ഓപ്ഷണൽ സബ്ജക്റ്റിൽ 60 മാർക്കേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ അത് ഭയങ്കരമായിട്ട് കുറഞ്ഞു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റി എവിടെയൊക്കെ നന്നായിട്ട് ചെയ്തു, എവിടെയൊക്കെ നന്നായിട്ട് ചെയ്തില്ല. അപ്പോൾ വീണ്ടും ഓക്കെ പ്രതീക്ഷയുണ്ട്, ശുഭപ്രതീക്ഷയുണ്ടെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ പഠിക്കാനായിട്ട് തുടങ്ങി. 2ാം തവണ പ്രിലിംസ് എഴുതിയപ്പോൾ തന്നെ എനിക്കറിയായിരുന്നു ദാറ്റ് ഐ വിൽ ക്ലിയർ. കാരണം നമ്മൾ കുറേ നാളായി പഠിച്ച് വിവരമൊക്കെ വെച്ചല്ലോ. ദെൻ മെയിൻസ് എഴുതി. ഓപ്ഷണലിന് മാർക്ക് കുറവായതുകൊണ്ട് ഓപ്ഷണലിന് പ്രത്യേകമായിട്ട് ഫോക്കസ് കൊടുത്ത് പഠിച്ചു. മെയിൻസ് കിട്ടി, ഇൻ്റർവ്യൂ കിട്ടി. അങ്ങനെ സെക്കൻഡ് അറ്റംപ്റ്റിലാണ് ഞാൻ ക്ലിയർ ചെയ്യുന്നത്. ഞാൻ വർക്ക് ചെയ്തുകൊണ്ടാണ് പഠിച്ചത്. പക്ഷേ അങ്ങനെ പ്രൈവറ്റിലല്ല, ഞാൻ എൻ്റെ ഫാദറിന് ഒരു പബ്ലിഷിംഗ് കമ്പനിയാണ്, ഞാൻ അതിലാണ് വർക്ക് ചെയ്തത്. അപ്പോൾ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, എന്നാൽ കുറച്ച് ഫ്ലെക്സിബിലിറ്റിയും എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഫൗണ്ടേഷൻ, എൻ്റെ ബേസിക്സ് ആൻഡ് ഫൗണ്ടേഷൻ അതായിരുന്നു ഏറ്റവും സ്ട്രോങ്. അവിടെ നിന്നാണ്. അല്ലാണ്ട് ഒരുപാട് ബുക്സ് വായിക്കാനോ ഒരുപാട് മെറ്റീരിയൽസ് റെഫർ ചെയ്യാനോ പോയില്ല, സമയമില്ലായിരുന്നു. ഓക്കെ, കാരണം നമ്മൾ പഠിച്ചാൽ മാത്രം പോരെ, നമ്മൾ നല്ല രീതിയിൽ റിവൈസും ചെയ്യണം, എന്നാലേ പറ്റുള്ളൂ. നമ്മൾ ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ അതിനെല്ലാത്തിനും കൂടെ ശരിക്കും ടൈം ഇല്ലായിരുന്നു. ഞാൻ ചെയ്ത ഒരു മെയിൻ ഡിസ്റ്റിങ്ക്റ്റ് ഇത്, ഞാൻ തന്നെ പത്രം വായിച്ച് ഞാൻ തന്നെ നോട്ട് എഴുതുമായിരുന്നു. ഓക്കെ, ഞാൻ മറ്റ് ഇങ്ങനെ ന്യൂസ് പേപ്പറിൻ്റെയൊക്കെ ഡൈജറ്റ്സ് ഉണ്ടെങ്കിലും ഞാൻ എഴുതി കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് അത് നോക്കി അതിൽ നിന്ന് ഞാൻ എന്തെങ്കിലും മിസ് ഔട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ വളരെ കുറച്ച് ദിവസങ്ങളിൽ മാത്രമേ ഞാൻ ന്യൂസ് പേപ്പർ വായിക്കാണ്ടിരുന്നിട്ടുള്ളൂ. ഞാൻ തന്നെ കഴിവത് അതിനൊരു 2 hours ഒക്കെ എടുക്കുമായിരുന്നു, 2 hours കൂടുതൽ എടുക്കുമായിരുന്നു ചില ദിവസങ്ങളിൽ. അപ്പോൾ അത്രയും സമയം അതിന് വേണ്ടി സ്പെൻഡ് ചെയ്ത് ഓരോ ജനറൽ സ്റ്റഡീസിൻ്റെയൊക്കെ ടോപ്പിക്ക് ഡിവൈഡ് ചെയ്തോ, എല്ലാത്തിനും ഓരോരോ ബുക്കുണ്ട്, ഓരോ ജനറൽ സ്റ്റഡീസ് പേപ്പറിന് അതിന് ഹെഡിങ് ഒക്കെ എഴുതി അതിലെഴുതി. സോ അപ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ നാളെ ഒരു ടോപ്പിക്കിനെ പറ്റി ചോദിക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ മനസ്സിൽ ഒരു 7-8 പോയിൻ്റ് മനസ്സിൽ വരും. നമുക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ കോണ്ടൻറ്റ് കയ്യിലുണ്ടാകും. സോ ന്യൂസ് പേപ്പർ റീഡിങ് തീർച്ചയായിട്ടും എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ജനറൽ സ്റ്റഡീസിലായിരുന്നു എനിക്ക് ഏറ്റവും ഹൈ സ്കോർ. അതാണ് എന്നെ മെയിൻസിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്തത്.
അത് UPSC ഇൻ്റർവ്യൂവിൻ്റെ സമയത്താണെങ്കിലും ആ കോമൺ ആയിട്ടുള്ള ന്യൂസ് പേപ്പർ നോളജും കറണ്ട് അഫയേഴ്സ് നോളജും ഒക്കെ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ NCERT 6 to 12, പിന്നെ ബേസിക്സ് ആയിട്ടുള്ള ബുക്സ്, ഞാൻ എല്ലാത്തിൻ്റെയൊക്കെ ഒരു 1-2 ബുക്സ്, അതിൽ കൂടുതലൊന്നും വായിക്കാനോ പഠിക്കാനോ ഒന്നും ശരിക്കും സമയമില്ലായിരുന്നു. അപ്പോൾ അത് തന്നെ നല്ല തറവാക്കി റിവൈസ് ചെയ്ത്, പിന്നെ കറണ്ട് അഫയേഴ്സിൽ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ ചിലപ്പോൾ അഡീഷണൽ റീഡിങ് ചെയ്താലേ ഉള്ളൂ. ഹാർഡ് വർക്ക് ആവശ്യമാണ്, സ്മാർട്ട് വർക്ക് ആവശ്യമാണ്. അതിലെന്തെങ്കിലും ഷോർട്ട് കട്ട് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഫോണെല്ലാം മാറ്റി വെച്ച് വാട്സാപ്പൊക്കെ മാറ്റി, ആകെ കുറച്ച് പേർക്ക് മാത്രമേ ഞാനിതിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെന്ന്, ഞാൻ ജീവനോടെ ഉണ്ടെന്നും അറിയുന്നുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ഫേസ്ബുക്കിലൊന്നും കയറുന്നൊന്നും ഇല്ലായിരുന്നു. കംപ്ലീറ്റ്ലി കട്ട് ഓഫ് ചെയ്ത് മാക്സിമം ഫോക്കസോടെ ഇതിനു വേണ്ടി പഠിച്ചു. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഇൻ്റർവ്യൂവിന് പോയ സമയത്ത് നെയ്ബർഹുഡിലൊക്കെ കുറേ പേർക്കൊക്കെ അറിയാം. ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ മുണ്ടിട്ട് ജീവിച്ചാൽ മതി എന്ന് പറഞ്ഞ് എനിക്ക് അങ്ങ് വഴക്കായി കാണും. സോ എനിക്ക് ആ ഒരു സിറ്റുവേഷൻ ഇപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും അല്ലേ. നമ്മളെല്ലാവരോടും പറയാറില്ല നമ്മൾ സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യുകയാണ് എന്നുള്ളത്. കാരണം ഈ എക്സാം വളരെ അൺസർട്ടൺ ആയതുകൊണ്ടാണ്. നമ്മൾ എൻ്റെ കൂടെ തന്നെ പ്രിപ്പയർ ചെയ്ത് എൻ്റെ സീനിയേഴ്സ് കൊളീഗ്സ് എന്നെക്കാളും നല്ല മികച്ചവരാണെന്ന് എനിക്കറിയാം. യു ജസ്റ്റ് ഡോണ്ട് ക്രാക്ക് ആൻ എക്സാം. സോ സംടൈംസ് ദാറ്റ് ഈസ് ഡിഫിക്കൾട്ട്. സോ അങ്ങനത്തെ ഒരു അൺസർട്ടനിറ്റി തീർച്ചയായിട്ടും ഉണ്ട്. ബട്ട് നമുക്കാകെ ചെയ്യാൻ പറ്റുന്നത് ഇതിനെ ഒരുപാട് ആഗ്രഹിക്കുക, ഇതിനു വേണ്ടി പ്രയത്നിക്കുക, വിശ്വാസമുള്ളവരാണെങ്കിൽ പ്രാർത്ഥിക്കുക, പിന്നെ നല്ലൊരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുക. പരാജയങ്ങൾ വന്നാലും അതിലൊന്നും തളർന്നു പോകാതെ വീണ്ടും നല്ല രീതിയിൽ അറ്റംപ്റ്റ് ചെയ്യുക, ബെറ്റർ ചെയ്യുക. സോ അവിടെ ഞാൻ നിർത്തുന്നു. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ. മാം, 6 ഇയേഴ്സ് ഒരു കൺട്രിയിൽ നിൽക്കുകയെന്ന് പറഞ്ഞില്ലേ, അത് കഴിഞ്ഞാൽ 3 ഇയേഴ്സ് കമ്പൽസറി ആയിട്ടും തിരിച്ച് നാട്ടിൽ വരണമെന്നുണ്ടോ? നമ്മൾ 6 ഇയേഴ്സ് അല്ല ഒരു കൺട്രിയിൽ നിൽക്കുന്നത്, 6 ഇയേഴ്സ് എബ്രോഡാണ് നിൽക്കുന്നത്. യൂഷ്വലി 3 ഇയേഴ്സേ ഒരു രാജ്യത്ത് നിൽക്കാനായിട്ട് പറ്റുള്ളൂ. അതിനുശേഷം നമ്മൾ 3 ഇയേഴ്സ് വേറൊരു രാജ്യത്തിലോട്ടാണ് പോകുന്നത്. അതിനുശേഷം യൂഷ്വലി നമ്മൾ ഇന്ത്യയിലോട്ട് വരണം. കാരണം നമുക്ക് നാടുമായിട്ട് ബന്ധമൊക്കെ വേണമല്ലോ അവിടെ. കാരണം നമ്മൾ എംബസിയിൽ ചെയ്യുന്ന ഒരു വർക്കിൻ്റെ നേച്ചറും നമ്മൾ ഡൽഹിയിലായിരിക്കുമ്പോൾ ചെയ്യുന്ന വർക്കിൻ്റെ നേച്ചറും തമ്മിലൊരു ഇതുണ്ട്. ചിലപ്പോൾ ചില ഇതിൽ ചിലർക്ക് ഒരു പോസ്റ്റിംഗ് കൂടെ കിട്ടും. ഇല്ലെങ്കിൽ നമ്മൾ ഇന്ത്യയിലോട്ട് വന്ന് വിത്തിൻ 2 to 3 ഇയേഴ്സ് നിങ്ങൾക്ക് ഫോറിൻ പോസ്റ്റിങ്ങിന് വീണ്ടും പോകണമെങ്കിൽ ചെയ്യാം. ഇന്ത്യയിൽ കുറച്ചും കൂടെ നാൾ നിൽക്കണമെങ്കിൽ അതും പറ്റും. കമ്പൽസറി ആണോ തിരിച്ച് ഇന്ത്യയിലോട്ട് വരുന്നത്? 6 അല്ലെങ്കിൽ 9 ഇയേഴ്സ് കഴിഞ്ഞ് കമ്പൽസറി ആയിട്ട് വരേണ്ടി വരും. കാരണം വെളിയിൽ പോകാൻ ഇനി ആൾക്കാരുണ്ട്, എല്ലാവർക്കും പോകണം. ഈ കൺട്രീസ് ചൂസ് ചെയ്യുന്നത് റാങ്ക് വൈസ് ആണോ അതോ എഫിഷ്യൻസി? ഇല്ലില്ല, ഈ തുടക്കത്തിൽ മാത്രമേ റാങ്ക് ഉള്ളൂ. ഓക്കെ, ഓൺലി ഇൻ ദ ഫസ്റ്റ് ഇത് നമ്മുടെ ലാംഗ്വേജ് ചൂസ് ചെയ്യുന്നതിലും മാത്രമേ റാങ്ക് വരുന്നുള്ളൂ. പിന്നെ റാങ്കും ബാച്ചും സീനിയോറിറ്റി എല്ലാം ഓൾമോസ്റ്റ് അപ്രസക്തമാണ്. ഗുഡ് ഈവനിങ് മാം. മാം, എനിക്ക് ചോദിക്കാനുള്ള CFLനെ കുറിച്ചാണ്. മാം, CFL മാം പറഞ്ഞായിരുന്നു ലൈക്ക് നമ്മുടെ റാങ്ക് വെച്ചാൽ ചൂസ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ലൈക്ക് മൈ ക്വസ്റ്റ്യൻ ഇസ് ലൈക്ക് UPSCയുടെ റിസൾട്ടിൻ്റെ റാങ്ക് ആണോ അതോ നമ്മുടെ ഈ 1 ഇയർ ട്രെയിനിങ് പീരീഡ് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ ക്യുമുലേറ്റീവ് കൂട്ടും അത് കഴിഞ്ഞിട്ടാണ് റാങ്ക് വരുന്നതെന്ന് കേട്ടിട്ടുണ്ട്. അതൊരു ക്വസ്റ്റ്യൻ മാം. പിന്നെ TP ശ്രീനിവാസൻ സാർ എന്നെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ലൈക്ക് അവരുടെയൊക്കെ ടൈമിൽ 70s 80s ബാച്ചിലൊക്കെ യൂഷ്വലി ചൈനീസൊക്കെ അല്ലെങ്കിൽ ജാപ്പനീസൊക്കെയാണ് പ്രിഫർ ചെയ്യുന്നതെന്ന്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്യുന്ന ലാംഗ്വേജ് എന്താ? അത് നമ്മുടെ കൈനറ്റിക് കോൺഫ്ലിക്ട്സ് വെച്ചിട്ടാണോ അതിൻ്റെ പ്രിഫറൻസസ് എപ്പോഴും മാറുന്നത് എന്നുള്ളതാണ് അറിയാനുള്ളത്. പിന്നെ അറബിക് എടുക്കുന്നതുകൊണ്ട് എന്തൊക്കെ ബെനിഫിറ്റ്സാണ് ഉള്ളത്, എന്തൊക്കെ ഡീമെറിറ്റ്സാണ് ജനറലി വരുന്നതെന്നുള്ളത്. പിന്നെ ഓൾസോ മാം, ഐ വോണ്ടഡ് ടു ആസ്ക് അബൌട്ട് സുഷമ സ്വരാജ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ലൈഫ് ഇൻ ജനറൽ ഓൺ എ നോൺ സ്കോളാസ്റ്റിക് ആസ്പെക്ട് മാമിന് എങ്ങനെയായിരുന്നു? എൻജോയബിൾ ആയിട്ട് തോന്നിയിട്ടുണ്ടോ? ഓൾസോ ഈ വിങ് റൊട്ടേഷൻസ് നടക്കാറുണ്ടോ? അതായത് മാം പറഞ്ഞല്ലോ ഡിഫെൻസ് വിങ്, കൾച്ചറൽ വിങ്. സോ അതിന് എന്തെങ്കിലും റൊട്ടേഷൻ ഉണ്ട്? ഇപ്പോൾ നേരത്തെ പറഞ്ഞിരുന്നു 2 പോസ്റ്റിങ്സ് കഴിഞ്ഞിട്ട് നാട്ടിൽ വരുന്നതിനെ കുറിച്ച്. സിമിലർലി ഈ വിങ് നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷനോ അങ്ങനെ എന്തെങ്കിലും അതിനെക്കുറിച്ചുള്ള കുറച്ച് ഇൻഫർമേഷൻ. കുറേ ചോദ്യങ്ങളോട് ഏതെങ്കിലും വിട്ടുപോയാൽ വീണ്ടും ചോദിക്കണം. മൈക്ക് അവിടെ തന്നെ വെച്ചു. ഓക്കെ, എൻ്റെ ബാച്ചിലും ഇപ്പോൾ വരുന്ന ബാച്ചസും തമ്മിൽ വ്യത്യാസമുണ്ട്. എൻ്റെ ബാച്ചിൽ ട്രെയിനിങ്ങിൻ്റെ ഇതിന് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ വളരെ ചില്ലായിട്ടാണ് ഞാൻ ട്രെയിനിങ് നടത്തിയത്. ഇപ്പോഴത്തെ ട്രെയിനിങ് കുറച്ചും കൂടെ സീരിയസ് ആണെന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പം നമുക്ക് റാങ്ക് കിട്ടി ഇനി ഒന്നും നോക്കണ്ട എന്നുള്ള ഇതായതുകൊണ്ട് ട്രെയിനിങ് ആസ് സച്ച് ഈവൻ ലബാസ്നയിലെ ട്രെയിനിങ് ആണല്ലോ അതിനും മാർക്കുണ്ട്. അപ്പോൾ അതാണെങ്കിലും എല്ലാം വളരെ ചില്ലായിട്ടാണ് ഡീൽ ചെയ്തത്. ലാംഗ്വേജ് പക്ഷേ ഓൾമോസ്റ്റ് തുടക്കത്തിൽ തന്നെയാണ് നമ്മൾ ഡിസൈഡ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ബാച്ചിൽ അത് എന്തുമാത്രം ആ ട്രെയിനിങ്ങിൻ്റെ മാർക്ക് ആഡ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം.
അറിഞ്ഞൂടാ. ബട്ട് എന്നാൽ പോലും നമ്മുടെ റാങ്കിൽ നമുക്ക് വലിയൊരു മാറ്റം കൊണ്ടുവരാനായിട്ട് നോർമലി സാധിക്കില്ല. കാരണം ട്രെയിനിങ്ങിന് ഒരു കമ്പോണൻറ്റ് മാർക്കേ ഉണ്ടാവുള്ളൂ. ഫസ്റ്റ് റാങ്ക് ഒറ്റയടിക്ക് താഴെ 15 പോയി അങ്ങനെയൊന്നും ചാൻസ് വരാറില്ല. അപ്പോൾ നമുക്ക് ലാംഗ്വേജസ് ഓഫർ ചെയ്യും, നമ്മൾ ചൂസ് ചെയ്യും. അപ്പോൾ നമ്മുടെ ആ ബാച്ചിലുള്ള ആദ്യത്തെ റാങ്കുകാരന് ആദ്യം കൊടുക്കും, രണ്ടാമത്തെ അങ്ങനെ കൊടുത്ത് വരുന്നേ ഉള്ളൂ. ചൈനീസ് സ്റ്റിൽ റിമെയിൻസ് വെരി പോപ്പുലർ. ചൈനീസ് വളരെ പോപ്പുലറായിട്ടുള്ള ലാംഗ്വേജ് ആണ്. ഫ്രഞ്ച് വളരെ പോപ്പുലർ ആണ്, റഷ്യൻ പോപ്പുലർ ആണ്. സോ അത് ഇൻഡിവിജ്വൽ പ്രിഫറൻസസ് പോലെയുണ്ട്. പിന്നെ ഒരു ഓണസ്റ്റ്ലി ദർ ഇസ് എ പെർസെപ്ഷൻ ചൈനീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ആവശ്യമാണ് എന്നുണ്ട്. സോ ഇറ്റ്സ് എ പേഴ്സണൽ ചോയ്സ്. എൻ്റെ കാര്യം വരുവാണ്, എനിക്കിനി സ്ക്രിപ്റ്റ് പഠിക്കണ്ടെന്ന് ഞാൻ തീരുമാനിച്ചു. ഓക്കെ, അപ്പോൾ ഞാൻ അതെല്ലാം വെട്ടി. പിന്നെ ഞാൻ ഇപ്പുറത്തോട്ട് വന്നു. പിന്നെ ഞാൻ ഫ്രഞ്ചും സ്പാനിഷും ഒക്കെ നോക്കി. അപ്പോൾ ഞാൻ വിചാരിച്ചു ലൈഫ് കുറച്ചും കൂടെ ഹാപ്പി ആയിട്ടിരിക്കാൻ സ്പെയിനിൽ പോകാം. സോ അത്രയേ ഉള്ളൂ. സോ ഇത് ആ ഒരു ഇനിഷ്യൽ പീരീഡിലാണ് ഇതിന് കൂടുതൽ ഒരു ഇമ്പോർട്ടൻസ്. അതിനുശേഷം നമ്മളെപ്പോഴും ആ റീജിയണിൽ തന്നെ പോകണമെന്നോ അതുമായിട്ട് വർക്ക് ചെയ്യണമെന്നൊന്നുമില്ല. ഇപ്പോൾ ഇൻ്റർപ്രറ്റർ ലെവൽ ലാംഗ്വേജ് ചെയ്തവർ ആ രാജ്യം പിന്നെ കണ്ടിട്ടേ ഇല്ല, അങ്ങനെയൊക്കെയുണ്ട്. സോ ആ ഒരു സമയത്ത്, കാരണം നമ്മുടെ പോസ്റ്റിങ്ങിന് വരുന്ന സമയത്ത് ആ വേക്കൻസീസ് എങ്ങനെ വരുന്നു, എത്ര പേര് അപ്ലൈ ചെയ്യുന്നു, അങ്ങനത്തെ ഒരു പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ മാത്രമല്ല, അല്ലാണ്ട് ഒരാൾക്ക് വേണ്ടി നോക്കി കൊണ്ടുവരിക അങ്ങനെയൊന്നുമില്ല. സോ ഇറ്റ് ഡസ് നോട്ട് മാറ്റർ വെരി മച്ച്. അറബിക് മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് എനിക്ക് പ്രത്യേകില്ല, കാരണം എല്ലാ ലാംഗ്വേജസും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അതുകൊണ്ടാണ് ഇത് UN ലാംഗ്വേജ് നമ്മൾ ഒരിക്കൽ പോലും മാറ്റിയിട്ടില്ല. അപ്പോൾ അറബിക് ആകുമ്പോൾ നമ്മൾ അറബിക് സ്പീക്കിംഗ് കൺട്രീസിൽ പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. പക്ഷെ നമ്മൾ ചോദിച്ചാലേ നമ്മൾ പോവുകയുള്ളൂ. ഇപ്പോൾ ഇൻക്രീസിംഗ്ലി വിമൻ ഓഫീസേഴ്സും ഒക്കെ അറബിക് എടുക്കുന്നുണ്ട്. പണ്ടൊരു പെർസെപ്ഷൻ ഉണ്ടായിരുന്നു മെയിൽ ഓഫീസേഴ്സാണ്, പക്ഷെ അങ്ങനെയൊന്നും ഇല്ല. എല്ലാ എംബസീസിലും ഒക്കെ അറബിക് കൺട്രീസിലും എല്ലാം ഇന്ന് വിമൻ ഓഫീസേഴ്സും ഉണ്ട്. അപ്പോൾ അങ്ങനെ മെറിറ്റ് ആൻഡ് ഡിമെറിറ്റ് അങ്ങനെയൊന്നും പറയാനില്ല. എൻ്റെ ബാച്ചിൽ അറബിക് വാസ് വൺ ഓഫ് ദ ലോവർ ഓപ്ഷൻസ്. പക്ഷേ ഇറ്റ് ഈസ് ജസ്റ്റ് നമ്മൾ കുറേ പേർക്ക് നമ്മൾ വിചാരിക്കും നമ്മൾ യൂറോപ്പിൽ പോവാം, യൂറോപ്യൻ ലാംഗ്വേജ് പഠിക്കാം എന്ന് വിചാരിക്കും. പിന്നെ ബാച്ച്മേറ്റ്സിൽ ചിലപ്പോൾ ഫ്രണ്ട് വന്നാൽ പിന്നെ നീ റഷ്യൻ എടുക്കുന്നു, ഞാൻ റഷ്യൻ എടുക്കാം, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ സംഭവിക്കാറുണ്ട്. കാരണം CFL ആ ഇനിഷ്യൽ ടൈമിൽ മാത്രമേ ഇറ്റ് മാറ്റേഴ്സ്. സോറി ടു ഇന്ററപ്റ്റ്, CFL-നപ്പം സിഗ്നിഫിക്കൻസ് ഇല്ല എന്നാണോ മാം പറയുന്നത്? ഒരുപാട് സിഗ്നിഫിക്കൻസ് ഇല്ല. പോസ്റ്റിംഗ്സിൽ ലേറ്റർ ഓൺ അതിൽ വരുന്നില്ല. നമ്മൾ അറബിക് എടുത്തു എന്ന് വെച്ചിട്ട് മിഡിൽ ഈസ്റ്റ് കൺട്രീസിലായിരിക്കും നമ്മുടെ മേജർ പോസ്റ്റിംഗ്സ് വരികയെന്നൊന്നും അങ്ങനെയൊന്നുമില്ല. നമ്മുടെ ഒരു സർവീസിൽ നോർമലി ഒരു മാക്സിമം ഒരു 10 പോസ്റ്റിംഗ് കിട്ടുക എന്ന് വിചാരിക്കുക. ഓക്കെ, അതിലൊരു 3 അല്ലെങ്കിൽ 4 നമുക്കും കൂടെ ആഗ്രഹം ഉണ്ടെങ്കിൽ ചിലപ്പോൾ അറബിക് സ്പീക്കിംഗ് കൺട്രീസിലായിരിക്കും. അത്രയേ ഉള്ളൂ. അല്ലാണ്ട് അവിടേക്ക് തന്നെ വിടും അങ്ങനെയുള്ള ഇതൊന്നുമില്ല. നമ്മുടെയും കൂടെ ചോയ്സ് പോലെ ഇരിക്കും. ബാക്കി ക്വസ്റ്റ്യൻസ് മാം, ഞാൻ പിന്നെ ചോദിച്ചത് ഇന്റർനാഷണൽ ഡെപ്യൂട്ടേഷൻ ഉള്ള ചാൻസസ്, അതിനുള്ള സ്കോപ്പ് എങ്ങനെയാണ്? അത് ഇതുപോലെ ഇറ്റ് ജസ്റ്റ് കംസ് ഓൺ ദാറ്റ് ടൈം. നമ്മൾ അതിൻ്റെ ഓപ്ഷൻസ് വരുന്നൊരു സമയത്ത് വേർ ആർ യു പ്ലേസ്ഡ്, ആർ യു ഇൻട്രസ്റ്റഡ്, ഡു യു വോണ്ട് ടു ഗോ, how many other people are also competing, it just like happens. അങ്ങനെ റെഗുലറായിട്ട് ഇത്ര നാളിനുള്ളിൽ ഓപ്പൺ അപ്പ് ആവുന്ന ഓപ്ഷൻസ് ഒന്നും ഇല്ല. പിന്നെ IFS ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ലൈഫ് എന്ന് ഞാൻ പറഞ്ഞില്ല, ഞാൻ നമുക്ക് ഇതിൻ്റെ മാർക്ക് ഒന്നും മാറ്റർ ചെയ്യാത്തതുകൊണ്ട് വളരെ ചില്ലായിട്ടുള്ള ലൈഫായിരുന്നു ഡൽഹിയിൽ എന്ന് വേണം പറയാൻ. അപ്പോൾ വളരെ നല്ല ക്യാമ്പസാണ്. മറ്റേ JNUവിൻ്റെ തൊട്ടടുത്തുള്ള ഒരു വളരെ നല്ല ഗ്രീൻ ആയിട്ടുള്ള ഒരു ക്യാമ്പസ്. നമ്മൾ വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊക്കെ ജീവിക്കുന്നു, ആദ്യമായിട്ട് പൈസയൊക്കെ സമ്പാദിക്കുന്നു, ഫിനാൻഷ്യൽ ഫ്രീഡവും കാര്യങ്ങളും. പിന്നെ നമ്മളിപ്പോൾ ഈ എഡിറ്റോറിയലൊക്കെ എഴുതുന്നവരൊക്കെയാണ് നമുക്ക് വന്ന് ടോക്സൊക്കെ തരുന്നത്. നമ്മൾ കേട്ടിട്ടുള്ള ഡിപ്ലോമാറ്റ്സ്, ഓഫീസേഴ്സ്, ഫോമർ ഓഫീസേഴ്സ് ഒക്കെ വരുന്നു. സോ അത് എന്താ പറയുക, നമ്മൾ ഈ ബുക്കിൽ കണ്ടതും പഠിച്ചതും വായിച്ചതും ഒക്കെ ഇങ്ങനെ നേരിട്ട് കാണുക, എക്സ്പീരിയൻസ് ചെയ്യുക. അല്ലെങ്കിൽ ചിലപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാറ്റേഴ്സിൻ്റെ ഇൻസൈഡ് ആയിട്ടുള്ള ഇൻഫോ ഒക്കെ നമുക്ക് പറയും. സോ അങ്ങനത്തെ ഒരിതാണ്. ദെൻ യു ഹാവ് ക്ലബ് ആക്ടിവിറ്റീസ്, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, ലൈബ്രറിയും കാര്യങ്ങളും ഉണ്ട്. ദെൻ ഫോറിൻ ഡിപ്ലോമാറ്റ്സ് ട്രെയിൻ ചെയ്യാനായിട്ട് വരുമ്പോൾ യു ഹാവ് ഇൻട്രാക്ഷൻസ് വിത്ത് ദെം. അങ്ങനെ ഒരിതാണ്. ഇപ്പോൾ ഈ ട്രെയിനിങ്ങിന് മാർക്ക് ഉള്ളതുകൊണ്ട് എന്തുമാത്രം വ്യത്യാസം വന്നിട്ടുണ്ട് എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. മാം, പിന്നെ വിങ് റൊട്ടേഷനെ കുറിച്ച് ഞാൻ ചോദിച്ചു. വിങ് റൊട്ടേഷൻ എംബസിയിലായിരിക്കുന്ന സമയത്ത് നമ്മളത് സീക്ക് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും പറ്റും. പൊതുവേ ഞാൻ പറഞ്ഞില്ലേ, വി ആർ ഓൺലി 700-800 പീപ്പിൾ. നോർമലി ഒന്നിൽ കൂടുതൽ വിങ് എല്ലാവർക്കും ഉണ്ടായിരിക്കും. നമ്മൾ ചില സമയത്ത് നമ്മൾ വിചാരിക്കുക ഈ പണിയൊന്ന് പഠിച്ച്
വന്നാലേ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. പക്ഷെ നമുക്ക് വളരെ ഇൻട്രസ്റ്റ് ഉണ്ട്, സ്യൂട്ടബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അംബാസിഡറിനോടോ ഹൈ കമ്മീഷനോടോ ചോദിച്ച് വിങ് റൊട്ടേഷനില്ല. പക്ഷേ ഡിഫൻസ് വിങ്ങിലോട്ട് പോകാൻ പറ്റില്ല. ഇറ്റ്സ് ബൈ ഡിഫൻസ് പീപ്പിൾ, സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ളൊരു വിങ്ങാണ്. ബട്ട് മറ്റെല്ലാ വിങ്ങിലും നമുക്ക് ഈസി ആയിട്ട് മൂവ് അറൗണ്ട് ചെയ്യാനായിട്ട് പറ്റും. Good evening, ma'am. Ma'am, I have a small doubt. Ma'am പറഞ്ഞു 3 years കഴിഞ്ഞ് we can choose another nation. So when we choose that, do we have to like again like go to the university and study that language? ഇല്ല, ആദ്യത്തെ തവണ മാത്രമേ നമ്മൾ ലാംഗ്വേജ് പഠിക്കേണ്ട ആവശ്യമുള്ളൂ. പിന്നീട് ലാംഗ്വേജ് വേണം, നമുക്കിഷ്ടമുണ്ടെങ്കിൽ പഠിക്കാം. അതിന് കുറച്ച് ട്യൂഷൻ്റെ ഫീസ് തന്ന് ഗവൺമെൻറ് നമ്മളെ എൻകറേജ് ചെയ്യും. മാൻഡേറ്ററി അല്ല, പിന്നെ ഒരു ലാംഗ്വേജ് പഠിക്കണമെന്നില്ല. പിന്നെ ഓൾമോസ്റ്റ് എല്ലാ ഓഫീസേഴ്സും കുറച്ച് ലാംഗ്വേജൊക്കെ പഠിക്കും. കാരണം ജസ്റ്റ് എന്താ പറയുക, കുറച്ച് വേർഡ്സും കുറച്ച് സെൻറ്റൻസും ഒക്കെ അറിയാവുമ്പോൾ യു ക്യാൻ കോൺവേഴ്സ് വെരി നൈസ്ലി, യു ക്യാൻ എൻഗേജ് ഇഫക്റ്റീവ്ലി. ബട്ട് ഇറ്റ് ഈസ് നോട്ട് റിക്വയർഡ്. പിന്നീട് ലാംഗ്വേജ് പഠിക്കേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച്. കാരണം ഒരുപാട് ക്വസ്റ്റ്യൻസുമായിട്ടാണ് വന്നത് IFS കുറിച്ചിട്ട്. അതിൽ കുറേ ക്ലാരിഫൈ ചെയ്തു. അപ്പോൾ മാമിനോടുള്ളൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, മാം പറഞ്ഞു നമ്മളിപ്പോൾ ഒരുപാട് റിസ്കിയർ ആയിട്ടുള്ള അഫ്ഗാൻ പോലെയുള്ള റിസ്കിയർ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നമുക്ക് വർക്ക് വരും. അപ്പോൾ ആ സമയത്ത് ഹൗ മച്ച് ചാലഞ്ചിങ് ക്യാൻ ബി ദാറ്റ്? അതുപോലെ തന്നെ മാമിന് ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ മാമിൻ്റെ ഈ 9 years ഓഫ് എക്സ്പീരിയൻസിൽ വാട്ട് വാസ് എ മോസ്റ്റ് ചാലഞ്ചിങ് എക്സ്പീരിയൻസ്, അതും കൂടി അറിയാം. നമ്മൾ ഇതുപോലത്തെ റിസ്കി സ്ഥലങ്ങൾ അഗെയിൻ നമ്മളും കൂടെ ചൂസ് ചെയ്താൽ നമ്മൾ അതിന് സ്യൂട്ടബിൾ ആണെങ്കിലേ നമ്മളെ പൊതുവെ അയക്കാറുള്ളൂ. സോ അഫ്ഗാനിസ്ഥാനിലൊക്കെ ആണെങ്കിൽ സെക്യൂരിറ്റി സിറ്റുവേഷൻ ഇസ് വെരി ടെൻസ്. നമുക്ക് ഫ്രീലി മൂവ് അറൗണ്ട് ചെയ്യാനായിട്ട് പറ്റില്ല. നമ്മൾ മൂവ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ കൂടെ സെക്യൂരിറ്റി ഉണ്ടാകണം. എന്നാൽ പോലും എന്തെങ്കിലുമൊക്കെ അറ്റാക്സ് ഒക്കെ ഉണ്ടാകാം. സോ 2008 എന്തോ കാബൂളിലാണെന്ന് തോന്നുന്നു, കാബൂളിൻ്റെ വെളിയിൽ വെച്ചിട്ടുള്ള ടെററിസ്റ്റ് അറ്റാക്കിൽ ഫോറിൻ സർവീസ് ഓഫീസറൊക്കെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. സോ അങ്ങനത്തെ ചില ഏരിയാസിൽ ദേ വിൽ ബി റിസ്ക്. ഇല്ലെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും സിറ്റുവേഷൻ വരുമ്പോൾ വൾണറബിലിറ്റി വരുന്നു. അപ്പോൾ അതിനൊക്കെ നമുക്ക് മെസ്സേജസ് വരാറുണ്ട്. എംബസിയിലും ദെയർ വിൽ ബി സെക്യൂരിറ്റി പേഴ്സണൽ. സോ പിന്നെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട്, എനിക്കൊന്ന് ഖലിസ്ഥാൻ ഇഷ്യൂ ഒക്കെ വന്ന സമയത്ത് ലണ്ടൻ കാനഡ അവിടെയൊക്കെയുള്ള പ്രൊട്ടസ്റ്റൊക്കെ. ബട്ട് നോർമലി വലിയ അങ്ങനെ പ്രശ്നം വരാറില്ല. പിന്നെ ചില രാജ്യങ്ങളിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സിവിൽ വാർ നടക്കുന്ന ഒരു രാജ്യത്ത് നമ്മൾ പോവുകയാണെങ്കിൽ ഈ ആക്രമിക്കാൻ മോബ് വരുമ്പോൾ അവർ ഇനി ഡിപ്ലോമാറ്റാണോ അല്ലയോ എന്നൊന്നും നോക്കാനൊന്നും പോകുന്നില്ല. ഇഫ് യു ആർ ഇൻ എ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ, യു ആർ ഇൻ എ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ. പക്ഷേ നോർമലി വിൽ ബി ബ്രീഫ്, വിൽ ബി ടോൾഡ് എന്താണ് ഏതാണ് എന്നൊക്കെയുള്ളത് പറയും. പിന്നെ ചിലപ്പോൾ എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് വരുന്ന സമയത്ത് ദേ വിൽ ബി ഫുഡ് ഷോർട്ടേജ്, ഇലക്ട്രിസിറ്റി ഷോർട്ടേജ്. അതൊക്കെ എല്ലാവരെയും പോലെ നമ്മളെയും അഫക്റ്റഡ് ആകും. അത് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾ കൂടെ ചൂസ് ചെയ്ത് നമ്മളോടും കൂടെ ചോദിച്ച് നമ്മൾ അതിന് ആപ്റ്റ് ആണെങ്കിൽ മാത്രമേ നമ്മൾ അങ്ങനെയുള്ള റിസ്കി സ്ഥലങ്ങളിലോട്ട് നമ്മളെ അയക്കാറുള്ളൂ. ഇതുവരെ ഉള്ളതിൽ ഏറ്റവും ചാലഞ്ചിങ് ഏതാണെന്ന് ചോദിച്ചാൽ സ്പെയിനിൽ കോവിഡിൻ്റെ സമയത്ത് തീർച്ചയായിട്ടും ചാലഞ്ചിങ് ആണ്. കാരണം ഈ കോവിഡ് എന്താണ്, ആദ്യം എന്താണ് എന്നൊന്നും അറിയില്ല, ഇതിൻ്റെ സ്പ്രെഡ് എന്താണ് എന്നൊക്കെ അറിയാത്ത സമയത്ത് ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഉണ്ട്. ദേ ആർ ഓൾസോ വെരി പാനിക്ഡ്. അവർ നമ്മുടെ ഹെൽപ്പ് വേണം, ആരുടെ അടുത്തും പോകാനും വയ്യ. അപ്പം അങ്ങനെ ഒരു വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഒരുപാട് പേർക്ക് നമ്മൾ എന്താ പറയുക, ഒരു മെൻ്റൽ സപ്പോർട്ട് വരെ കൊടുക്കേണ്ട. കാരണം വളരെ ഐസൊലേറ്റഡ് ആയി പോയിട്ടുള്ള ആൾക്കാരുണ്ട്, സ്റ്റുഡൻസ് ഉണ്ട്, ഫിനാൻഷ്യൽ ഡിഫിക്കൽട്ടീസ്. കാരണം പാർട്ട് ടൈം ഒക്കെ ജോലി ചെയ്തോ അല്ലെങ്കിൽ ഒരു ഡെയിലി വേജ് ഒക്കെ ആയിട്ട് മാനേജ് ചെയ്തവരൊക്കെ ഉണ്ട്. അതൊരു തീർച്ചയായിട്ടും ഒരു വളരെ ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് കാണാം. കാരണം ഞാനും വളരെ യങ് ആണ്, ന്യൂ ആണ്. പിന്നെ ഈ അസുഖത്തിൻ്റെ ഇതൊക്കെ വരുമ്പോൾ, കാരണം സ്പെയിനിൽ എസ്പെഷ്യലി ഒരുപാട് ഏജ്ഡ് പോപ്പുലേഷൻ ഉള്ളത് കൊണ്ട് അവളുടെ ഡെത്ത് റേറ്റ് ഒക്കെ ഇനിഷ്യൽ ടൈമിലൊക്കെ വളരെ കൂടുതലായിരുന്നു. സോ അത് ഒരു ഡെഫിനറ്റ്ലി ഒരു ചാലഞ്ചിങ് ഇതാണ്. പാസ്പോർട്ട് ഓഫീസിൽ അതിൻ്റേതായിട്ടുള്ള ചില ചാലഞ്ചസ് ഉണ്ട്. കാരണം പബ്ലിക് ഡീലിംഗ് ഓഫീസ് ആകുമ്പോൾ പബ്ലിക്കിന് ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ അത് ഒരുപാട് സാറ്റിസ്ഫൈയിങ് ആണ്. എന്നാൽ അറ്റ് ടൈംസ് ഇറ്റ് ഈസ് ലിറ്റിൽ ചാലഞ്ചിങ് ഓൾസോ. കാരണം റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസ് നമ്മൾ ഫോളോ ചെയ്യുകയും വേണം, എന്നാൽ സൊല്യൂഷൻസ് കൊടുക്കുകയും വേണം ഇൻ എ വെരി ലീഗൽ വേ. അപ്പോൾ മെയിൻലി ദാറ്റ് ഇസ്. മാം, എൻ്റെ ഡൗട്ട് എന്ന് വെച്ചാൽ നമ്മൾ NCERTs സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പലത് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ചിലർ നോട്ട് ഉണ്ടാക്കണം എന്ന് പറയും, ചിലർ നോട്ട് ഉണ്ടാക്കണ്ട എന്ന് പറയും. അപ്പോൾ ബേസിക്കായിട്ട് NCERT സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്തിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്? കോൺസെപ്റ്റ്സ് മനസ്സിലാക്കുകയാണോ അതോ ഫാക്ച്വലായിട്ട് ഒരുപാട് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്ന അങ്ങനെയാണോ? കോൺസെപ്ച്വൽ ക്ലാരിറ്റി തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്.
അതിൻ്റെ അകത്ത് എന്നാൽ ഫാക്ട് ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് ഇത് വരും. കാരണം ചിലപ്പോൾ പ്രിലിംസിന് അങ്ങനെ ഫാക്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും. സോ NCERT നമ്മളൊരു ബുക്ക് ഒരു 6th to 12th ഒരു ബുക്ക് എടുത്ത് നോക്കുമ്പോൾ നോട്ട് ഉണ്ടാക്കുന്നതാണോ ഏതാണ് എന്തെങ്കിലും ഒരു there should be something. അപ്പം ഇപ്പോൾ ജോഗ്രഫി 9th and 11th ബുക്ക് എടുത്ത് അതിന് നോട്ട് ഉണ്ടാക്കാൻ നടക്കുന്നത് പോസിബിൾ അല്ല. കാരണം അത് ബുക്ക് ഈസ് വെരി കോണ്ടൻറ്റ് ഹെവി. സോ അതിൽ തന്നെ അണ്ടർലൈനൊക്കെ ചെയ്ത് സൈഡിലൊക്കെ എഴുതി അഡ്ജസ്റ്റ് ചെയ്യുക. ബട്ട് 6th, 7th, 8th ബുക്സൊക്കെ ആണെങ്കിൽ നമ്മൾ ഒന്ന് നോക്കി നോട്ടൊക്കെ ഉണ്ടാക്കി ഒരു തവണയും കൂടെ നോക്കി ഒന്ന് വെക്കുകയാണെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും ഒന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്യുന്ന സമയത്ത് ബുക്കൊന്ന് നോക്കി പോയാൽ മതി. കാരണം പിന്നീട് ആ ബുക്ക് വായിക്കുക എന്ന് പറഞ്ഞാൽ അത് വേസ്റ്റ് ഓഫ് ടൈമാണ്. നമ്മുടെ നോട്ട്സിൽ നമ്മൾ ഓൾറെഡി എടുത്തിട്ടുള്ള മാറ്റേഴ്സും ഒക്കെയാണ്. അപ്പോൾ ഫസ്റ്റ് റൗണ്ടിൽ ഐ വിൽ സ്റ്റിൽ റെക്കമെൻഡ് നമ്മൾ തന്നെ വായിച്ച് ഒരു നോട്ട് ഉണ്ടാക്കുക. അപ്പോൾ ഇപ്പോൾ NCERTയുടെ നോട്ട്സൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അത് വായിച്ച് നോക്കിയിട്ട് എന്തെങ്കിലും മിസ് ഔട്ട് ആയിട്ടുണ്ടോ എന്ന് നോക്കി സപ്ലിമെൻറ്റ് ചെയ്തിരുന്നാൽ മതി. ബട്ട് ഒരുപാട് ഈ ജോഗ്രഫി പോലത്തെ ചില ബുക്സിൽ ഈ 9th and 11th ആണെങ്കിൽ നമ്മൾ നോട്ട് ഉണ്ടാക്കുന്നില്ല, അത് തന്നെ നമ്മൾ ടെക്സ്റ്റ് ബുക്കായിട്ട് അങ്ങ് വായിച്ച് പഠിക്കുക. മറ്റതിൽ നോട്ട്സ് ഉണ്ടാക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ ആ ബുക്ക് വീണ്ടും റെഫർ ചെയ്യേണ്ട. ഈവൻ എൻ്റെ പഠിക്കുന്ന സമയത്ത് ഓൾഡ് NCERT വായിക്കണം എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ വാങ്ങിച്ച് വെച്ചതൊക്കെ എനിക്ക് ഓർമ്മ. അല്ലറ ചില്ലറയൊക്കെ വായിച്ചിട്ട് പിന്നെ ഞാനങ്ങ് വിട്ടു. കാരണം യു ഹാവ് ടു നമുക്ക് ഇന്ന് ഇഷ്ടംപോലെ മെറ്റീരിയൽസും ഉണ്ട്, കുറച്ച് സമയമുണ്ട്. സോ യു ഹാവ് ടു ചൂസ്. അവിടെയാണ് ഈ സ്മാർട്ട് വർക്ക് കൂടെ വരുന്നത്. സോ സ്റ്റാർട്ട് വിത്ത് ബേസിക്സ് ഫൗണ്ടേഷൻ. അത് കഴിഞ്ഞിട്ട് യു ആഡ് ഓൺ വാട്ട് എവർ യു ക്യാൻ. ദെൻ നന്നായിട്ട് റിവൈസ് ചെയ്യുക. നന്നായിട്ട് കാരണം നമുക്ക് എത്ര അറിയാമെങ്കിലും നമ്മളത് നന്നായിട്ട് നമുക്ക് എഴുതി നമുക്ക് എന്താ പറയുക നമ്മൾ ആൻസറിൽ നമുക്കത് റിഫ്ലക്റ്റ് ചെയ്യാനായിട്ട് പറ്റണം. അല്ലെങ്കിൽ ഇൻഫർമേഷനൊക്കെ നമ്മുടെ കയ്യിലുണ്ട്, പക്ഷേ ആ ചെറിയ സമയത്ത് നമുക്കത് ഇഫക്റ്റീവ്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇൻ്റർവ്യൂവിൽ വരുമ്പോൾ അതായിരിക്കും നമുക്കെല്ലാം അറിയായിരിക്കും, ബട്ട് ഹൗ ഡു യു ഫ്രെയിം ഇറ്റ്, ഹൗ ഡു യു പ്രസൻറ്റ് ഇറ്റ് എന്ന് പറയുന്നതാണ്. സോ അതിനുവേണ്ടി ഇറ്റ്സ് ഓൾവേസ് ഗുഡ് ടു ഹാവ് എ ഗുഡ് സോളിഡ് ഫൗണ്ടേഷൻ. ഓക്കെ, എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു ഫോറിൻ ഓഫീസറിൻ്റെ വർക്ക് നേച്ചർ എങ്ങനെയായിരിക്കും? ബാക്കിയുള്ള സർവീസസിനെ കമ്പയർ ചെയ്യുമ്പം ഭയങ്കര ഹെക്ടിക് ആയിരിക്കുമോ, അതോ അല്ലാതെ നോർമലായിട്ട് എല്ലാ സർവീസസിനെയും പോലെ തന്നെ ആയിരിക്കുമോ? അടുത്തൊരു ക്വസ്റ്റ്യൻ, ഈ ഓപ്ഷണൽ സബ്ജക്ട്സ് എടുക്കുമ്പോൾ പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് ഇൻ്റർനാഷണൽ റിലേഷൻസ് എടുക്കുമ്പോൾ എന്തെങ്കിലും ഈ സർവീസ് കിട്ടാനായിട്ട് എന്തെങ്കിലും നമുക്ക് ബെനിഫിറ്റ് ചെയ്യാറുണ്ടോ? വർക്ക് നേച്ചർ ഹെക്ടിക് തന്നെയാണ്. ഓക്കെ, കാരണം ഇന്ന് നമ്മുടെ റോൾസും നമ്മുടെ വർക്ക് പ്രൊഫൈലൊക്കെ ഇങ്ങനെ എവർ എക്സ്പാൻഡിങ് ആണ് എന്ന് എനിക്ക് തോന്നുന്നു. ലൈക്ക് വി ആർ സപ്പോസ് ടു നോ ഈച്ച് ആൻഡ് എവറിത്തിങ്. കാരണം നമ്മൾ ആ രാജ്യത്ത് റെപ്രസെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളാണ് ഒരു ഫണൽ. എവറിത്തിങ് ഫ്ലോസ് ത്രൂ അസ്. സോ നമുക്ക് എല്ലാത്തിനെയും പറ്റി ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. നമ്മൾ എല്ലാത്തിനെയും പറ്റി വാച്ച്ഫുൾ ആയിരിക്കണം. വി ഹാവ് ടു റിപ്പോർട്ട്, വി ഹാവ് ടു ഫൈൻഡ് ഔട്ട്, വി ഹാവ് ടു മീറ്റ് വിത്ത്. സോ വർക്ക് ഈസ് ഹെക്ടിക്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് ഇറ്റ് ഹാസ് എ ഗുഡ് ബാലൻസ് ഓൾസോ. ഓക്കെ, ഇറ്റ് ഹാസ് എ ഗുഡ് ബാലൻസ് ഓൾസോ. സോ ഈ ക്രൈസിസ് സിറ്റുവേഷൻസിലൊക്കെ യു ഹാവ് ടു ബി ഓൺ 24/7. ബട്ട് അല്ലാണ്ടുള്ള ഒരു ടൈമിൽ യു ഡോണ്ട് ഹാവ് ടു ബി ലൈക്ക് സാറ്റർഡേ സൺഡേ എല്ലാം അങ്ങനെ വർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ആഫ്റ്റർ അവേഴ്സ് ഒന്നും ചെയ്യാനൊന്നുമില്ല. സോ ചില സമയത്ത് സിറ്റുവേഷൻ വിൽ ഡിമാൻഡ് സർട്ടൻ തിങ് ആൻഡ് യു ഹാവ് ടു ഡു. സോ പണ്ട് ലൈക്ക് ഇറ്റ് ഈസ് മൈ പെർസെപ്ഷൻ കുറേയും കൂടെ റിലാക്സ് ആയിരുന്നു. ബിക്കോസ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഒന്നുമില്ല. ഇന്ന് ഞാൻ ഏതെങ്കിലും ഒരു രാജ്യത്തിരിക്കുകയാണെങ്കിൽ എൻ്റെ ന്യൂസ്, ആ രാജ്യത്ത് നടക്കുന്ന ന്യൂസ് എൻ്റെ അതേ സമയത്ത് ഇന്ത്യയിലിരിക്കുന്ന ആർക്കും മനസ്സിലാക്കാം. അപ്പോൾ പണ്ട് കുറച്ചും കൂടെ റിലാക്സ്ഡ് ആയിരുന്നു എനിക്കൊരു പെർസെപ്ഷനുണ്ട്. ബട്ട് എന്താ പറയുക, നമ്മൾ സപ്പോസ് നമ്മളിപ്പോൾ ഫാമിലിയായിട്ട് ദൂരെയായിട്ട് ഇരിക്കുന്ന സമയത്ത് ഈ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ബെനിഫിറ്റഡ് ആയതുകൊണ്ടാണ് നമ്മൾ നല്ലൊരു വർക്ക് ലൈഫ് ബാലൻസിൽ നിൽക്കുകയും ചെയ്യുന്നത്. ഓപ്ഷണൽ സബ്ജക്റ്റ് പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് ഇൻ്റർനാഷണൽ റിലേഷൻസ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ സെക്കൻഡ് പേപ്പർ ഇൻ്റർനാഷണൽ റിലേഷൻസിൻ്റെ ഓപ്ഷൻ്റെ ആയതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യും, നല്ല രീതിയിൽ അതിൻ്റെ കറണ്ട് അഫയേഴ്സൊക്കെ നോക്കുന്നത് കൊണ്ട് അതിൻ്റെ അഡ്വാൻറ്റേജ് നമുക്ക് GS കിട്ടും എന്നേ പറയാനുള്ളൂ. പക്ഷേ PSIR തന്നെ എടുക്കണം എന്നൊന്നുമില്ല. ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് നമ്മളിപ്പോൾ സപ്പോസ് ഒരാളിപ്പോൾ ഫോറിൻ സർവീസ് തന്നെയാണ് വേണ്ടത്, ദാറ്റ് ഈസ് മൈ ഫസ്റ്റ് ചോയ്സ് ആൻഡ് ദാറ്റ് ഈസ് വാട്ട് ഐ വാണ്ട് എന്ന് ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ ഗുഡ് ഐഡിയ ടു ചൂസ് പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് ഇൻ്റർനാഷണൽ റിലേഷൻസ് പ്രൊവൈഡഡ് ഓപ്ഷണൽ ഫസ്റ്റ് പേപ്പർ ഇഷ്ടം. ഞാനിപ്പോൾ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ചൂസ് ചെയ്യാനുള്ളൊരു വലിയൊരു റീസൺ എനിക്ക് ഇന്ത്യൻ പോളിറ്റി ഒരുപാട് ഇഷ്ടമായിരുന്നു. ഇൻ്റർനാഷണൽ റിലേഷൻസിനെ പറ്റി അത്ര ഡീപ്പായിട്ട് ആലോചിച്ചിരുന്നില്ല. ബട്ട് ഇന്ത്യൻ പോളിറ്റി പേപ്പർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്നാൽ ഓപ്ഷണൽ ഫസ്റ്റ് പേപ്പർ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഡിഫിക്കൽട്ടി ആയിരുന്നു ആ തിയറിയും കോൺസെപ്റ്റ്സും മനസ്സിലാക്കുക.
സോ നമ്മൾ അതിനു വേണ്ടി തന്നെ അത് എടുക്കണം എന്നില്ല. ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് നമ്മൾ ആ സെക്കൻഡ് പേപ്പർ ഒക്കെ പഠിക്കുമ്പോഴും അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സയൻസിൽ തിയറീസ് ആൻഡ് കോൺസെപ്റ്റ്സ് ഒക്കെ പഠിക്കുമ്പോൾ നമുക്ക് അതൊക്കെ നല്ല രീതിയിൽ GS എവിടെയെങ്കിലുമൊക്കെ പ്രയോഗിക്കാനോ അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് അതൊക്കെ യൂസ് ചെയ്യാനേ പറ്റുന്നേ ഉള്ളൂ. ബട്ട് ഏത് ഓപ്ഷനിലായാലും കുഴപ്പമില്ല. എൻ്റെ ബാച്ചിൽ ലോ എടുത്തവരുണ്ട്, പബ്ബാഡ് എടുത്ത് ഒരുപാട് പേരുണ്ട്, കുറച്ച് പേര് PSIR എടുത്തിട്ടുണ്ട്, സോഷ്യോളജി ഉണ്ട്, എല്ലാ സബ്ജക്ട്സും ഉണ്ട്, മെഡിക്കൽ സയൻസും ഉണ്ട്. സോ ഇറ്റ് ഡസ് നോട്ട് മാറ്റർ. മാം ഇപ്പോൾ പറഞ്ഞല്ലോ NCERT ടെക്സ്റ്റ് ഒരുപാട് ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ 12th ഒക്കെ എത്തുന്ന സമയത്ത് 6th 7th 8th ബുക്സ് നമ്മുടെ കയ്യിൽ ചിലപ്പോൾ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അപ്പോൾ മാം അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ ഇപ്പോൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ആ ബുക്സൊക്കെ എങ്ങനെയാണ് കളക്ട് ചെയ്ത് NCERT പഠിച്ചത്? എല്ലാം ഇപ്പോൾ എനിക്കൊന്ന് ഓൺലൈൻ ഉണ്ട് എന്ന് തോന്നുന്നു. പക്ഷെ ഓൾഡ് ബുക്സിൻ്റെ അവിടെയും അടുത്തുള്ള കുട്ടികളുടെയൊക്കെ ബുക്സൊക്കെ വാങ്ങിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ബട്ട് എനിക്ക് തോന്നുന്നു ഓൺലൈനായിട്ട് എല്ലാ NCERT ബുക്സും അവൈലബിൾ ആണ്. ഈ 9th 11th ഒക്കെ ബുക്സ് ഞാൻ NCERT ഓർഡർ ചെയ്യോ അതോ ഏതോ സ്കൂൾ ത്രൂവോ എന്തോ അങ്ങനെ എന്തോ, എൻ്റെ ഫാദറിൻ്റെ പബ്ലിഷിംഗ് കമ്പനിയാണ്. സോ ദാറ്റ് ഹെൽപ്ഡ്. സ്പെസിഫൈ ചെയ്തിട്ട് 1 ബുക്ക് ആയിട്ടാണോ അതോ സബ്ജക്റ്റ് വൈസ്? ഇപ്പോൾ 9th എന്നൊക്കെ പറയുമ്പോൾ 8, 9 സബ്ജക്റ്റ് ഉണ്ട്. നമ്മൾ 12th ആകുമ്പോൾ 6 സബ്ജക്റ്റ് ആവും. പക്ഷേ 10th വരെയും 10 സബ്ജക്ട്സ് ഉണ്ടല്ലോ. അപ്പോൾ ആ സബ്ജക്ട്സ് എങ്ങനെയാണ്? അല്ല, എല്ലാം വേണ്ട. നമുക്ക് ഈ സയൻസ് റിലേറ്റഡ് ബുക്സ് ഒന്ന് നോക്കുന്നത് നല്ലതാണ്. പിന്നെ മെയിൻലി ഹ്യൂമാനിറ്റി സബ്ജക്ട്സ് ആണ് നമുക്ക് വേണ്ടത്. സോ സയൻസ് ആൻഡ് ഹ്യൂമാനിറ്റി സബ്ജക്ട്സ് ആണ് മെയിൻലി നോക്കി പോയിരുന്നത്. Apart from being appointed in embassies and consulates, Allande ambassadors are also getting appointed in UN missions as well. So അവരുടെ വർക്ക് നേച്ചർ എങ്ങനെയായിരിക്കും? നമുക്ക് പെർമനൻറ്റ് റെപ്രസെൻറ്റേറ്റീവായിട്ടുള്ളത് അത് നമ്മുടെ തന്നെ മിനിസ്ട്രിയുടെ പോസ്റ്റിംഗ് ആണ്. നമുക്ക് ന്യൂയോർക്കിലും ജനീവയിലും UN റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. നമുക്കൊരു യുനെസ്കോയുടെ ഓഫീസ് പാരീസിലും ഉണ്ട്. സോ അവിടെ ആയിരിക്കുന്ന സമയത്ത് നമ്മൾ ഈ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനിലുമായിട്ട് വർക്ക് ചെയ്ത് എല്ലാ രാജ്യങ്ങളുമായിട്ടും മീറ്റ് ചെയ്ത് ഒരു എന്താ പറയുക എന്തെങ്കിലുമൊക്കെ ടോപ്പിക്സിൽ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് കൺസെൻസസ് കൊണ്ടുവരാനായിട്ടാണ് നോക്കുന്നത്. നമ്മളപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് പെർമനൻറ്റ് റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ഇന്ത്യ ടു ദ UN എന്നൊക്കെയാണ് നമ്മുടെ ഡെസിഗ്നേഷൻ വരിക. സോ ഈ UN റെഗുലറായിട്ട് ഡിഫറെൻറ്റ് ടോപ്പിക്സിനെ പറ്റി ഡിസ്കഷൻസ് ഉണ്ടാകാറുണ്ട്. സോ ആ സമയത്ത് ഇന്ത്യയുടെ വ്യൂസ് എന്താണ്, ഇന്ത്യയുടെ സ്റ്റാൻസ് എന്താണെന്ന് നമ്മൾ പറയണം. പിന്നെ ഈ മീറ്റിംഗ്സ് ഒക്കെ നടക്കുമ്പോൾ ദേ ഹാവ് ടു എഗ്രി ഓൺ എ ഡോക്യുമെൻറ്റ് ഓർ എ ഡിക്ലറേഷൻ. സോ അത് ഡിക്ലറേഷൻ വരുന്ന സമയത്ത് ഇന്ത്യയുടെ വ്യൂസിനെയും നമ്മുടെ നാഷണൽ ഇൻട്രസ്റ്റിനും ചേരുന്ന ഇതായിരിക്കണം. അതിനുവേണ്ടി വർക്ക് ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഇപ്പോൾ ടെററിസം റിലേറ്റഡ് ആണെങ്കിൽ നമുക്ക് കൺസേൺ ഉള്ള ടെററിസ്റ്റ് ഓർഗനൈസേഷൻസിൻ്റെ പേരൊക്കെ കൊണ്ടുവന്ന് അവരെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യാൻ നോക്കുക. അപ്പോൾ അങ്ങനത്തെ ഒക്കെ നേച്ചറാണ് വരുന്നത്. അത് പക്ഷേ വിത്തിൻ മിനിസ്ട്രിയുടെ തന്നെ നമ്മുടെ ഡയറക്റ്റ് പോസ്റ്റിംഗ് ആണ്. ചില സമയത്ത് നമുക്ക് വേൾഡ് ബാങ്കിലോ അല്ലെങ്കിൽ IMFലോ ഒക്കെ ഡെപ്യൂട്ടേഷനിൽ പോകാനായിട്ട് ഫോറിൻ സർവീസ് ഓഫീസേഴ്സിന് ചാൻസ് വരും. അങ്ങനെ ഡെപ്യൂട്ടേഷനിൽ പോകുമ്പോൾ ദേ ആർ നോട്ട് വർക്കിംഗ് ഫോർ ഇന്ത്യ. അവർ ആ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷന് വേണ്ടിയായിരിക്കും വർക്ക് ചെയ്യുന്നത്.